ഓം ഗും ഗുരുഭ്യോ നമ. ദീർഘദണ്ഡ നമസ്കാരം നിർലജ്ജോ ഗുരുസന്നിധൗ ശരീരം നർദ്ധം പ്രാണം ച സദ്ഗുരുഭ്യോ നിവേദയേത്. ഓം ഗും ഗുരുഭ്യോ നമ. ഓം ഗം ഗണപതയേ നമ. തുമ്പിക്കൈയിലമർന്ന പൊൻകൽ കലശവും മറ്റുള്ള കൈപത്തിലും നാരങ്ങാഗതയും കരിമ്പുധനുഷം ശൂലം തഥാ ചക്രവും പിന്നെ പങ്കജമൊട്ട് പാശമുടനെ നീലോൽപ്പലം നെല്ലുമായി കൊമ്പും കൊണ്ടരുളും വിനായകനെനിക്ക് ഏറ്റം തുണച്ചിടണം. ഓം ഗം ഗണപതയേ നമ. ഓം സം സരസ്വത്യേ നമ. ഓം വ്യാം വേദവ്യാസായ നമ. ഓം നമോ ഭഗവതേ ദക്ഷിണാമൂർത്തയേ മഹ്യം മേധാം പ്രജ്ഞാം പ്രയച്ഛ സ്വാഹ. ബാലരവിദ്യുതിമിന്ദുകിരീടാം തുംഗകുജാം നയനത്രയയുക്താം സ്മേരമുഖിം വരദാങ്കുശപാശാം ഭീതിഹരാം പ്രഭജേത ഭുവനേശ്യാമി. അരുണകിരണജാലേ രഞ്ജിതാസാവകാശ വിധൃതജപവടീക പുസ്തക വേദഹസ്ത അഭയപരകരാഢ്യാഭുല്ലകൽഹാര സംസ്ഥ നിവസതു ഹൃദി ബാല നിത്യകല്യാണശീല. ജ്വാലാകരാളമത്യുഗ്രം നശേഷാസുരസൂതനം ത്രിശൂലം പാതുനോ ഭീതേർ ഭദ്രകാളി നമോസ്തുതേ. കാളി കാളി മഹാകാളി ഭദ്രകാളി നമോസ്തുതേ. കുലം ച കുലധർമ്മം ച മാം ച പാലയ പാലയ. ഓം നമ ശിവായ നമ. ഓം നമ ശിവായ ശിവായൈ നമ. ഓം നമ ശിവായ. ഓം നമ ശിവായ. ശുഭം ശുഭം ഗുരു ഗുരു ശിവായ നമ. ഓം നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമ. ഹരി ഓം ഹരി ഓം ഹരി ഓം. ഭാഗവതത്തിൻ്റെ തുടക്കത്തിൽ തന്നെ ഒന്നാമത്തെ സ്കന്ധം രണ്ടാമത്തെ അധ്യായത്തിൽ 6-ാമത്തെ ശ്ലോകം വളരെ വ്യക്തമായിട്ടും പറയുന്നത് ഭാഗവത ധർമ്മം, പ്രത്യേകിച്ച് ധർമ്മം എന്ന് പറയുന്നത് ദക്ഷയാഗത്തിൽ നമ്മൾ പറഞ്ഞു തുടങ്ങിയ ധർമ്മത്തെ പറ്റിയാണ്. ധർമ്മം കൊണ്ട് ഉദ്ദേശിക്കുന്നത് വിഹിതമായ കർമ്മം എന്നെല്ലാം തന്നെ പലതരത്തിൽ അതിനെ പറഞ്ഞ് പഠിക്കാനായിട്ട് ശ്രമിച്ചു. വളരെ ബുദ്ധിമുട്ടാണ് പഠിക്കാനായിട്ട്. കാരണം ധർമ്മം എന്ന് പറയുന്നത് ഒരാപേക്ഷിക സ്വഭാവമുള്ള ഒരു കർമ്മമാണ്. പക്ഷേ ഇവിടെ ഭാഗവതത്തിന് വ്യക്തമായിട്ടുള്ളൊരു ധാരണ ഈ ധർമ്മത്തെ സംബന്ധിച്ചുണ്ട്. അതാണ് പ്രഥമസ്കന്ധത്തിൽ 2-ാമത്തെ അധ്യായത്തിൽ 6-ാമത്തെ ശ്ലോകം. സവൈ പുംസാം പരോ ധർമ്മോ യദോ ഭക്തിരഥോക്ഷജേ അഹൈദ്യുക്യപ്രതിഹത യയാത്മാ സംപ്രസീദതി. വളരെ വ്യക്തമായിട്ടും ഭാഗവതം പറയുന്നത് ഏത് അഹൈതുകമാം ചിത്ത തോഷജം. അപ്പോൾ യാതൊരു ഹേതുക്കളുമില്ലാത്ത, കാരണമില്ലാത്ത ഭക്തി. ഏത് അഹൈതുകമാം ചിത്തദോഷതം ഭക്തി കൃഷ്ണനിൽ. ഇവിടെ എല്ലാം തന്നെ വളരെയേറെ ഈ പദപ്രയോഗങ്ങളെല്ലാം ശ്രദ്ധിച്ചില്ലെങ്കിൽ വീണ്ടും നമ്മൾ തരം താണു പോകും. കൃഷ്ണനിൽ ഏതൊരു ഭക്തിയാണോ ഹേതുക്കളില്ലാത്ത, കാരണമില്ലാത്ത രീതിയിലുണ്ടാകുന്നത്, നിർവിഘ്നം ഉണ്ടാക്കിയിടുന്നത്, അത് താൻ ധർമ്മോത്തമം. അപ്പോൾ ധർമ്മത്തെപ്പറ്റി നമ്മൾ പറയുമ്പോൾ ഏത് അഹൈതുകമാം ചിത്തദോഷതം, നമ്മുടെ മനസ്സിന് സന്തോഷം, അപ്പോൾ വളരെയേറെ സന്തുഷ്ടി ലഭ്യമാകുന്ന രീതിയിലുള്ള ഭക്തി, അത് കൃഷ്ണനിൽ. കൃഷ്ണൻ ആരോ എന്നുള്ള ചോദ്യമെല്ലാം തന്നെ വളരെയേറെ ചിന്തിക്കേണ്ട വിഷയങ്ങളാണ്. ഏത് അഹൈതുകമാം ചിത്തദോഷതം ഭക്തി കൃഷ്ണനിൽ നിർവിഘ്നമുണ്ടാക്കിയിടുന്നത്, അത് താൻ ധർമ്മമുത്തമം. അപ്പോൾ ധർമ്മത്തെപ്പറ്റി പ്രകീർത്തിക്കുന്ന ചതുർത്ഥ സ്കന്ധത്തിലെ ദക്ഷയാഗകഥയിലേക്ക് വരുമ്പോൾ ധർമ്മത്തെപ്പറ്റി ഒന്നുകൂടി ഭാഗവത ഭാഷയിൽ പറഞ്ഞാൽ
യാതൊരു കാരണവുമില്ലാതെ സാക്ഷാൽ ഹരിയിൽ, ഇവിടെ ഹരി എന്നാണ് പറഞ്ഞ, ഇവിടെ കൃഷ്ണൻ എന്ന് പരിഭാഷപ്പെടുത്തിയെന്ന് മാത്രമേ ഉള്ളൂ. സവൈ പുംസാം പരോധർമ്മോ യഥോ ഭക്തി അധോക്ഷജേ. അപ്പോൾ അധോക്ഷജനായിരിക്കുന്ന പരമാത്മാവായിരിക്കുന്ന ഈശ്വരനിൽ, കൃഷ്ണ ശബ്ദത്തിൻ്റെ അർത്ഥം തന്നെ പിന്നാലെ നമുക്ക് നോക്കാം. അപ്പോൾ ഏതായാലും യാതൊരു കാരണവും കൂടാതെ നമ്മളിലുണ്ടാകുന്ന ഭക്തിയെ സംബന്ധിച്ച് നമുക്ക് ചിന്തിക്കണ്ടേ. ഹരിയിൽ അകാരണമുളവായി അനാരതം പെരുകും പ്രേമമത്രേ പരമം ധർമ്മം പാർത്താൽ എന്ന് മറ്റൊരു പരിഭാഷ. ഹരിയിൽ അകാരണം ഉളവായി അനാരതം, യാതൊരു കാരണവും കൂടാതെ നമ്മുടെ ഉള്ളിലിങ്ങനെ ഹരിയുടെ നേർക്ക്, ഈശ്വരൻ്റെ നേർക്കുണ്ടാകുന്ന അനാരതം, ഇങ്ങനെ നിരന്തരമായിട്ട് പെരുകി വരുന്ന പ്രേമം, അതാണ് വാസ്തവത്തിൽ പരമായിരിക്കുന്ന ധർമ്മം എന്ന് മറ്റൊരു പരിഭാഷ. മർത്യൻ ആവിധം ഭക്തിയെത്തുകിൽ സത്വഗുണവൃദ്ധിയാൽ ആത്മാനന്ദ സിദ്ധി കൈവരും നൂനം. വളരെയേറെ പദങ്ങൾ പ്രയോഗിച്ചുകൊണ്ടാണ് പലരും മൂലംകൃതിയായ സംസ്കൃതത്തിലുള്ള ആ പദ്യത്തെയെല്ലാം തന്നെ ഇങ്ങനെ പരിഭാഷപ്പെടുത്തി കൊണ്ടുവരുന്നത്. എങ്കിലും ഒരു കാര്യം നമുക്ക് വ്യക്തമായിട്ടും ധരിക്കാൻ സാധിക്കും, ഈശ്വരൻ്റെ നേർക്കുണ്ടാകുന്ന ഭക്തി അത് ഹേതു, കാരണമില്ലാത്ത രീതിയിൽ, യാതൊരു കാരണമില്ല. എന്താ ഭക്തി എന്ന് വെച്ചാൽ ഭക്തി, അത്രയേ ഉള്ളൂ. ആ ഭക്തിക്ക് എന്താ കാരണം? അങ്ങനെയൊന്നുമില്ല. അപ്പോൾ അതേ രീതിയിൽ കാരണമില്ലാത്ത രീതിയിൽ ഭഗവാനോട് തോന്നുന്ന ഭക്തി അത് ഉളവാക്കുന്നത്, അതാണ് വാസ്തവത്തിൽ ധർമ്മം. ഹരിയിൽ അകാരണമുളവായി അനാരതം പെരുകും പ്രേമം അത്രേ പരമം ധർമ്മം പാർത്താൽ. അപ്പോൾ ഇവിടെ ഈശ്വരൻ എന്നുള്ള അർത്ഥമേ എടുക്കേണ്ടതുള്ളൂ. അതുകൊണ്ടാണ് ഈ പറയുന്ന ആദ്യത്തെ പ്രകരണം, ചതുർത്ഥ സ്കന്ധത്തിൽ ആദ്യത്തെ പ്രകരണം ദക്ഷയാഗം, അതെടുത്തപ്പോൾ പറഞ്ഞത് ഈശ്വരൻ എന്നേ പറഞ്ഞുള്ളൂ. നമ്മൾ രുദ്രനെന്നും ശിവനെന്നും ത്രിമൂർത്തികളിൽ മൂന്നാമത്തെ കഥാപാത്രമെന്നും ഒക്കെ ഇങ്ങനെ പറഞ്ഞു പോകുമ്പോൾ നമ്മൾ അപകടകരമായിട്ടുള്ളൊരവസ്ഥയിലേക്ക് എത്തും. അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഈശ്വരൻ്റെ നേർക്ക് നമുക്കുണ്ടാകുന്ന സാധു അസ്മിൻ പരമപ്രേമരൂപ എന്ന് നാരദരും പാടി. പരമാത്മാവാകുന്ന ഈശ്വരൻ്റെ നേർക്കുണ്ടാകുന്ന പരമമായിരിക്കുന്ന സ്നേഹം അത്രേ ഭക്തി എന്നല്ലേ പറഞ്ഞത്. ഇനി അത്തരത്തിലുള്ള ഭക്തി നമുക്കുണ്ടായിക്കഴിഞ്ഞാൽ അതാണ് ധർമ്മം പോലും. അപ്പോൾ ഇവിടെയും ചിന്തിക്കേണ്ടത്, നമ്മളെല്ലാവരും ധർമ്മത്തിൻ്റെ പ്രകരണമെന്ന് പറഞ്ഞുകൊണ്ട് ദക്ഷയാഗം കഥയെ എടുക്കുമ്പോൾ ആ ധർമ്മം എന്ന് പറഞ്ഞാൽ ഈശ്വരഭക്തി മൂലം ഉണ്ടാകുന്ന ആനന്ദദായകമായിരിക്കുന്ന, യാതൊരു കാരണവുമില്ലാതെ ഉള്ളിൽ തട്ടി ഉണരുന്ന ശക്തമായിരിക്കുന്ന ഈശ്വര പ്രേമം, അതാണ് ധർമ്മം. അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് ശരീരം ഉടലെടുത്തതെന്ന് ചോദിച്ചാലും ഇതേ രീതിയിൽ തന്നെ പറയണം. ശരീരം ഉണ്ടായത് അകൈതമായിരിക്കുന്ന, അല്ലെങ്കിൽ യാതൊരു കാരണവുമില്ലാതെ ഈശ്വരനെ പ്രേമിക്കുന്ന അത്തരത്തിൽ ഭക്തിയുടെ ഉറവിടമായിട്ട് ഈ നമ്മുടെ ശരീരം മാറണം. അതാണ് ശരീരമാദ്യം ഖലു ധർമ്മസാധനം. പല പല പ്രവൃത്തികൾ ചെയ്യുമ്പോഴും ശരീരത്തിലെ അവയവങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് എന്തെല്ലാം കർമ്മങ്ങൾ നമ്മൾ നിർവഹിക്കുമ്പോഴും അവിടെയെല്ലാം തന്നെ വാസ്തവത്തിൽ നിർമ്മമം നിർമ്മലം എന്നെല്ലാം പറയുന്ന രീതിയിൽ ശുദ്ധമായിരിക്കുന്ന അന്ധകരണത്തിൻ്റെ ഉടമയായി മാറിയിട്ടുള്ള ഭക്തി, ഈശ്വരൻ്റെ നേർക്കുള്ള ആ പ്രേമത്തിൻ്റെ രൂഢഭാവം അതുണ്ടാക്കിയെടുക്കലാണ് ധർമ്മം എന്ന് ഈ ഭാഗവതം തന്നെ പറഞ്ഞു പഠിപ്പിക്കുന്നു. ഇനി അതിൻ്റെ മുന്നോടിയായിട്ട് മറ്റൊരു കാര്യവും കൂടി കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ സൂചിപ്പിച്ചത്, ഏതൊരു ജ്ഞാനമാണോ നമ്മൾ വാസ്തവത്തിൽ തൃതീയ സ്കന്ധത്തിലൂടെ പഠിച്ചത്, ആ ജ്ഞാനത്തെ അരക്കിട്ട് ഉറപ്പിക്കും വേണ്ടിയിട്ടാണ് ധർമ്മം അർത്ഥം കാമം മോക്ഷം എന്ന് പറയുന്ന 4 കൂട്ട പുരുഷാർത്ഥങ്ങളെ പ്രതിനിധീകരിച്ച് 4 പ്രകരണങ്ങളായിട്ട് 4 കഥകൾ ചതുർത്ഥ സ്കന്ധത്തിൽ അവതരിപ്പിക്കുന്നു എന്ന് കൂടി സൂചിപ്പിച്ചു. അപ്പോൾ ഈ പറഞ്ഞ പുരുഷാർത്ഥങ്ങൾ, ഒരു മനുഷ്യൻ ജനിക്കുന്നത് ഈ പുരുഷാർത്ഥത്തിൻ്റെ സാധിക്കുന്നതിന് വേണ്ടിയിട്ടാണ്, അവയെല്ലാം തന്നെ നേടുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ആദ്യം ധർമ്മം വേണം, അത് ശരീരം കൊണ്ട്. അതുപോലെ അർത്ഥകാമങ്ങൾ ശരീരം കൊണ്ട്, അവസാനം മോക്ഷവും ശരീരം കൊണ്ട്. അപ്പോൾ എല്ലാ തരത്തിലും ഈ പുരുഷാർത്ഥങ്ങൾ, ഒരു പുരുഷൻ അല്ലെങ്കിൽ ഒരു മനുഷ്യൻ, ഒരു വ്യക്തി ശരീരമെടുത്തു കഴിഞ്ഞാൽ അയാൾ നേടേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ മുഴുവൻ നേടാനുള്ളതാണ് ഈ ശരീരം എന്നുകൂടി. അപ്പോൾ ഇത് മനസ്സിൽ വെച്ചുകൊണ്ട് വേണം അടുത്ത ഭാഗത്തേക്കൊന്ന് കടക്കാനായിട്ട്. എന്താണ് ഭക്തി? ഈശ്വരനോടൊന്ന് അദമ്യമായ അനന്യമായിരിക്കുന്ന സ്നേഹത്തെ പറ്റിയെല്ലാം തന്നെ ഇങ്ങനെ നമ്മൾ പറയാറുണ്ട്. നാരദ ഭക്തി സൂത്രത്തിലൊക്കെ പറഞ്ഞു. ഗുരുദേവൻ്റെ ദർശനമാലയിൽ ഭക്തിരാത്മാനുസന്ധാനം ആത്മാനന്ദഘനതോയത. അപ്പോൾ ഏതായാലും ആത്മാനന്ദഘനമായിട്ട്, ആത്മാനന്ദം കൊണ്ട് അല്ലെങ്കിൽ ആത്മാവിലുള്ള ആനന്ദം കൊണ്ട് ഇങ്ങനെ വളരെയേറെ ശക്തമായിട്ടുള്ള ഭാവത്തിലേക്ക് എത്തുന്നത് ആത്മാനുസന്ധാനമാണ് ഭക്തി. അടുത്ത ശ്ലോകത്തിൽ അദ്ദേഹം തന്നെ പറയുന്നു, അനുസന്ധീയതേ ബ്രഹ്മം. അപ്പോൾ ബ്രഹ്മത്തെ അന്വേഷിക്കുന്നതും ബ്രഹ്മാനന്ദഘനം യഥ. അപ്പോൾ ബ്രഹ്മാനന്ദം ആത്മാനന്ദം എന്നെല്ലാം പറയുന്നൊരവസ്ഥയിലേക്ക് നമ്മളെ നയിക്കുന്നതും ആത്മാവിനെ അന്വേഷിച്ച് മുന്നോട്ട് പോകുന്നതും ബ്രഹ്മത്തെ, ബ്രഹ്മം സമം ആത്മാ.
അപ്പോൾ എല്ലാ തരത്തിലും ഭക്തിരാത്മാനുസന്ധാനം ആത്മാനന്ദഹനോ യഥാ, അതുപോലെ അനുസന്ധീയതേ ബ്രഹ്മാനന്ദഹനം യഥാ, ഇതെല്ലാം തന്നെ ഭക്തിയായിട്ട് അദ്ദേഹവും പാടിത്തന്നു. അപ്പോൾ ആത്മാവിനെ തേടി പോകുന്ന പ്രേമത്തിൻ്റെ അല്ലെങ്കിൽ സ്നേഹത്തിൻ്റെ അത്തരത്തിലുള്ള ഏറ്റവും ശക്തമായിട്ടുള്ള ഭാവത്തെ നമ്മൾ ഭക്തി എന്ന് പറയാം. ആത്മാവ് ബ്രഹ്മമായിരിക്കുന്നിടത്തോളം കാലം, അതായത് അയമാത്മാ ബ്രഹ്മ, ആ പറയുന്ന രീതിയിലേക്ക് നമ്മൾ പോകുന്നിടത്തോളം വാസ്തവത്തിൽ ആ ഭക്തി ആത്മാനുസന്ധാനമായിരിക്കണം, അല്ലെങ്കിൽ ബ്രഹ്മാനുസന്ധാനമായിരിക്കണം, ഈശ്വരാന്വേഷണം ആയിരിക്കണം. അത്തരത്തിലുള്ള ഭക്തിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ധർമ്മം എന്ന് പറഞ്ഞു. ഒന്ന് കൂട്ടി വായിച്ചു നോക്കൂ. ഈ ദക്ഷയാഗം ധർമ്മപ്രകരണമാണെന്ന് പറയുമ്പോൾ ഈശ്വരനോടുണ്ടാകേണ്ട അമിതമായിരിക്കുന്ന അല്ലെങ്കിൽ അനുപമമായിരിക്കുന്ന പ്രേമത്തിൻ്റെ പേരാണ് ഭക്തിയെങ്കിൽ, അതുകൊണ്ട് നമ്മൾ വാസ്തവത്തിൽ സാധിക്കുന്ന എന്താ? ആത്മാവിനെ അനുസന്ധാനം ചെയ്ത് അല്ലെങ്കിൽ ബ്രഹ്മത്തെ അനുസന്ധാനം ചെയ്ത് അതിനെ തേടിപ്പിടിക്കാനുള്ളൊരു യാത്ര, അതാണ് ഭക്തി. എന്നിട്ട് വീണ്ടും അതേ ഭാഗവത്തിൽ തന്നെ പലയിടത്തായിട്ട് ഇങ്ങനെ കിടക്കുന്ന സംഗതികൾ പരിശോധിക്കുമ്പോൾ തത് കർമ്മ, ഈ പറയുന്ന ധർമ്മം, ആ കർമ്മം, ഹരിദോഷം യത് സാ വിദ്യ തൻ മതിറിയയാ. അപ്പോൾ നമ്മുടെ ബുദ്ധിയെല്ലാം തന്നെ ഭഗവാനിൽ ചെന്ന് ചേർന്ന് ഏതൊരു ഹരിയുടെ ഈശ്വരൻ്റെ ദോഷം സന്തോഷം അല്ലെങ്കിൽ ഈശ്വരൻ്റേതായിട്ടുള്ള അനുഭൂതി, തന്മൂലമുണ്ടാകുന്ന നമ്മുടെ സന്തോഷം, നമ്മുടെ സംതൃപ്തി, അതാണ് വാസ്തവത്തിൽ വിദ്യ, അതാണ് വാസ്തവത്തിൽ കർമ്മം, അല്ല അതാണ് വാസ്തവത്തിൽ ധർമ്മം. അപ്പോൾ ധർമ്മം കൊണ്ട് ഉദ്ദേശിക്കുന്ന കർമ്മത്തിൻ്റെ പ്രത്യേകത, നമ്മൾ ചെയ്തുകൊണ്ടിരുന്നാൽ ആ പ്രവൃത്തിയിലൂടെ ഉണ്ടാകുന്നത് ഈശ്വരൻ്റെ സന്തോഷം, അതായത് നമ്മുടെ സന്തോഷം. അപ്പോൾ ഇവിടെയെല്ലാം തന്നെ ഹരിർ ദേഹഭൃതാമാത്മാ എന്ന് പറയുന്ന പ്രയോഗവും കൂടി ഭാഗവത്തിൽ പറയുന്ന എല്ലാ ദേഹധാരികളുടെയും സകല ജീവജാലങ്ങളുടെയും എല്ലാ ജീവജാലങ്ങളും ധരിച്ചിരിക്കുന്ന ആരെ എന്ന് ചോദിച്ചാൽ അതാണ് സ്വയം പ്രകൃതി ഈശ്വര. അപ്പോൾ ഹരി എന്ന് പറയുന്നത് സർവത്ര, അപ്പോൾ എല്ലായിടത്തും എല്ലാവരുടെയും ഉള്ളിൽ കുടികൊള്ളുന്ന ഈശ്വരൻ, ആ ഈശ്വരൻ്റെ സന്തോഷം, അതിനുവേണ്ടി ചെയ്യുന്ന പ്രവർത്തികൾ, അതാണ് വാസ്തവത്തിൽ ധർമ്മം, ഭാഗവതധർമ്മം, അതാണ് വാസ്തവത്തിൽ യഥാർത്ഥ കർമ്മം, അതാണ് വാസ്തവത്തിൽ ഭക്തി. ആ ഭക്തിയാണ് നമുക്കുണ്ടാകേണ്ടത്. ആ ഭക്തി ഈശ്വരാന്വേഷണത്തിന് ഉതകുന്നതും ആയിരിക്കണം. അപ്പോൾ എത്രമാത്രം ഘനം, എത്രമാത്രം ഗാംഭീര്യം അല്ലെങ്കിൽ എന്തെന്നില്ലാത്ത ഗംഭീരമായിരിക്കുന്നൊരവസ്ഥ ഈ പറയുന്ന ധർമ്മം എന്ന് പറയുന്ന വാക്കിലില്ലേ. അപ്പോൾ ധർമ്മപ്രകരണം എന്ന് പറഞ്ഞുകൊണ്ട് ദക്ഷകഥ നമ്മൾ വെറുതെ ഇങ്ങനെ ഉപരിപ്ലവമായിട്ടുള്ള ചിന്താഗതി വെച്ച് പുലർത്തിക്കൊണ്ട് പഠിക്കുന്ന രീതി പോരാ. അത് വിട്ടിട്ട് അകത്തേക്ക് അടക്കുമ്പോൾ ഈശ്വരൻ ആരോ എന്നറിയാനുള്ളൊരു വിദ്യ കൂടിയാണ് ഈ പറയുന്ന ദക്ഷയാഗം കഥ എന്ന് മനസ്സിലാക്കുന്നെങ്കിൽ കപിലാവതാരത്തിലേക്കൊന്ന് ഒരു പിന്തിരിഞ്ഞു നോട്ടം. കപിലാവതാരം നടക്കുന്ന 24-25 അധ്യായങ്ങൾ തൃതീയ സ്കന്ധത്തിലെ ആ അധ്യായത്തിൽ 24-ാമത്തെ അധ്യായത്തിൽ ഒടുവിൽ പറയുന്നത് മാം ആത്മാനം സ്വയം ജ്യോതി സർവഭൂതഗുഹാശയം, മാം ആത്മാനം സ്വയം ജ്യോതിർ സർവഭൂതഗുഹാശയം ആത്മന്യേവാത്മനാ വീക്ഷ്യ വിശോകോ അഭയം ഋച്ഛസി. നല്ലൊരു പ്രയോഗമാണ് ഇത്. 39-ാമത്തെ ശ്ലോകമാണ്, അതായത് 24-ാമത്തെ അധ്യായം തൃതീയ സ്കന്ധം. മാം ആത്മാനം സ്വയം ജ്യോതിർ സർവഭൂതഗുഹാശയം ആത്മന്യേവാത്മനാ വീക്ഷ്യ വിശോകോ അഭയം ഋച്ഛസി. അപ്പോൾ ഇവിടെ ഇത് പറഞ്ഞു കൊടുക്കുന്ന സാക്ഷാൽ മഹാവിഷ്ണുവാണ്. കേൾക്കുന്നത് ഈ പറയുന്ന കപിലാവതാരത്തിന് തുനിഞ്ഞിരിക്കുന്ന അച്ഛൻ, ഈ പറയുന്ന ശമതമങ്ങളെല്ലാം തന്നെ ശീലിച്ചിരിക്കുന്ന കർത്തമ പ്രജാപതിയുമാണ്. അപ്പോൾ കർത്തമ പ്രജാപതിക്ക് ഇങ്ങനെ ഭഗവാന്റേതായിട്ടുള്ള ദർശനം കിട്ടിയിട്ട് ഭഗവാൻ പറയുന്ന രീതിയിൽ ഈ 39-ാമത്തെ ശ്ലോകം പറയുന്നത് എന്താ? ഞാൻ ആര് എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ എല്ലാ തരത്തിലും 39-ാമത്തെ ആ ശ്ലോകത്തിൻ്റെ അർത്ഥം തന്നെ ഭൂതജാലങ്ങൾ, നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഹരിദോഷം, ഹരിയുടെ സന്തോഷം, ഈശ്വരൻ്റെ സന്തോഷം, കൃഷ്ണനിൽ തോന്നുന്ന ആ ഭക്തി, രൂഢമാലായിട്ടുള്ള പ്രേമം, കാരണമില്ലാത്ത പ്രേമം എന്നൊക്കെ പറഞ്ഞ സംഗതികളെല്ലാം തന്നെ കൂട്ടി വായിക്കുമ്പോൾ ഇവിടെയും ഈ 39-ാമത്തെ ശ്ലോകത്തിൻ്റെ പരിഭാഷ ഭൂതജാല അന്തർഗുഹയിൽ ശയിച്ചിടും. അപ്പോൾ ഏതെല്ലാം അത് നമ്മൾ പറഞ്ഞു, ഈശ്വര സർവഭൂതാനാം ഹൃദയശേ അർജുന തിഷ്ഠതി എന്ന് പറയുന്ന ആ ഗീതാവചനത്തിന് വീണ്ടും ഉപോത്ബലകമായിട്ട് നമ്മൾ കാണുന്നൊരു ഭാഗമാണ് ഭൂതജാല അന്തർഗുഹയിൽ ശയിച്ചിടും. എല്ലാ ഭൂതങ്ങളുടെയും ഹൃദയത്തിൽ അങ്ങനെ കുടികൊള്ളുന്ന ജ്യോതിർമയനും പ്രകാശരൂപം പരാത്മാവുമായിടും. ഈ പരമാത്മാവുമായിരിക്കുന്ന ഞാൻ എന്നെ ഭവാൻ ബുദ്ധിയിൽ അങ്ങയിൽ കണ്ട്
അപ്പോൾ ബുദ്ധി കൊണ്ട് അല്ലെങ്കിൽ മനസ്സും ബുദ്ധിയൊക്കെ ചേർന്നിട്ടൊരു പ്രത്യേക രീതിയിൽ ധ്യാനത്തിൽ എന്നെ നിങ്ങൾ അത്തരത്തിൽ കണ്ട് ചേർന്നിടും നിർഭയസ്ഥാനം വിശോകനായി. ഭയമില്ലാത്തൊരു സ്ഥലത്ത്, നിങ്ങൾ യാതൊരു ദുഃഖവുമില്ലാത്തൊരിടത്ത് ചെന്ന് ചേരും. ഭഗവാന്റെ വാക്കുകളാണ്. ഏതായാലും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ പറഞ്ഞു കൊടുക്കുന്ന ഭൂതജാല അന്തർഗുഹയിൽ ശയിച്ചിടം ജ്യോതിർമയനും. അപ്പോൾ പ്രകാശരൂപമായിട്ട് സകല ജീവജാലങ്ങളെയും ഉള്ളിൽ വസിക്കുന്നവനാണ് ഈശ്വരൻ എന്ന് പറഞ്ഞു കൊടുക്കുന്ന വിഷ്ണുവാണ് കർദമ പ്രജാപതിയോട്. ഭൂതജാല അന്തർഗുഹയിൽ ശയിച്ചിടും ജ്യോതിർമയനും പരാത്മാവും ആയിടും. എന്നെ ഭവാൻ ബുദ്ധിയിൽ അങ്ങയിൽ കണ്ട്. അപ്പോൾ ബുദ്ധി കൊണ്ട് എന്ത് ചെയ്യണം? നീ തന്നെയാണെന്ന് കാണണം. അങ്ങയിൽ കണ്ട് ചേർന്നിടം നിർഭയസ്ഥാനം വിശോകമായി. അപ്പോൾ തൃതീയ സ്കന്ധത്തിൻ്റെ തുടക്കത്തിൽ, അതായത് അവതാരത്തിൻ്റെ തുടക്കത്തിൽ, കപിലവാസുദേവൻ്റെ അവതാരത്തിന് മുൻപേ തന്നെ ഏതൊരു കർദമ പ്രജാപതിയാണോ തപസ്സനുഷ്ഠിച്ചുകൊണ്ട് വിഷ്ണുവിനെ പ്രത്യക്ഷപ്പെടുത്തിയത്, ആ വിഷ്ണു ഭഗവാന്റെ വാക്കുകളിലൂടെ ഈശ്വരൻ എല്ലാ ജീവജാലങ്ങളെയും ഹൃദയഗുഹയിലുണ്ടോ എന്നും അത് ബുദ്ധി കൊണ്ട് എന്ത് ചെയ്യണം? ആ ബുദ്ധിയിൽ വാസ്തവത്തിൽ എന്നെ ഭവാൻ ബുദ്ധിയിൽ അങ്ങയിൽ കണ്ട്, എന്നെ നിന്നിൽ കണ്ട്. നല്ലപോലെ ശ്രദ്ധിക്കണം ഈ പറഞ്ഞ വിഷയം. ഇതാണ് വാസ്തവത്തിൽ ഭക്തി, അതാണ് വാസ്തവത്തിൽ ജ്ഞാനം, അതാണ് വാസ്തവത്തിൽ ധർമ്മം, അതാണ് വാസ്തവത്തിൽ കർമ്മം. അപ്പോൾ ഏതൊരു കർമ്മമായാലും ധർമ്മമായാലും ഭക്തിയായാലും ജ്ഞാനമായാലും അത് എന്ത് എന്ന് വ്യക്തമായിട്ട് പ്രതിപാദിക്കുന്ന ഭാഗവത ഭാഷയിൽ തൃതീയ സ്കന്ധത്തിലെ കപിലാവതാരത്തിന് മുൻപേ തന്നെ ഇത് പറഞ്ഞു. ഇനി ഇപ്രകാരമുള്ള ഈശ്വരൻ എവിടെയാണ്? നീ തന്നെയാണ് എന്ന് ബുദ്ധിയിൽ കണ്ടുകൊണ്ട് എന്ന് പറയുന്ന അതേ രീതിയിൽ തന്നെ 29-ാമത്തെ അധ്യായം വരുമ്പോൾ ഈ കപിലവാസുദേവൻ്റെ അവതാരം കഴിഞ്ഞ് കപിലവാസുദേവൻ അമ്മയ്ക്ക് ഉപദേശം കൊടുക്കുന്ന ആ സന്ദർഭത്തിൽ 29-ാമത്തെ അധ്യായത്തിൽ നമ്മൾ വളരെ ഭംഗിയായിട്ട് വേറൊരു പ്രയോഗവും കൂടി കാണുന്നു. അഹം സർവേഷു ഭൂതേഷു ഭൂതാത്മാവ് അവസ്ഥിത സദാ തം അവജ്ഞായ മാം മർത്യ കുരുതേ അർച്ചാവിഡംബനം. ഉറപ്പിച്ചു ഒന്നുകൂടി. അപ്പോൾ ഏത് ജ്ഞാനമാണ് ഉറപ്പിക്കേണ്ടത്? ഇനി വരുന്ന ഓരോരോ സ്കന്ധങ്ങളിലൂടെ ഏത് ജ്ഞാനസ്വരൂപത്തെയാണ്, ജ്ഞാനത്തെയാണ്, അറിവിനെയാണ് നമ്മൾ പ്രതിഷ്ഠിതമാക്കേണ്ടത്, ദൃഢമാക്കേണ്ടത്, അതിവിടെ വളരെ വ്യക്തമാക്കുകയാണ് ഈ കപിലവാസുദേവൻ. അഥവാ ഈ പറയുന്ന പരമഹംസ സ്വരൂപം. അഹം സർവേഷു ഭൂതേഷു ഭൂതാത്മാ അവസ്ഥിത സദാ തം അവജ്ഞായ, അതിനെ മറന്നുകൊണ്ട് മാം മർത്യ, എന്നെ മർത്യൻ, കുരുതേ അർച്ചാവിഡംബനം, ഞാൻ എല്ലാ ഭൂതങ്ങളിലും ഇങ്ങനെ ആവസിക്കുന്നു, എല്ലായിടത്തും സർവ്വവ്യാപിയായിട്ട് സകല ഭൂതജാലങ്ങളുടെയും ഹൃദയാന്തരവാസിയായിട്ട് വസിക്കുന്ന എന്നെ അത്തരത്തിൽ കാണാതെ നമ്മൾ മർത്യന്മാർ, മനുഷ്യർ വെറുതെ വിഗ്രഹങ്ങൾ വച്ച് ആരാധിച്ച് നമ്മൾ പാഴാക്കുന്നു എന്നുള്ള അർത്ഥത്തിൽ തന്നെയാണ്. എൻ്റെ മലയാളീകരണം നോക്കൂ. അതാണ് വാസ്തവത്തിൽ 21-ാമത്തെ ശ്ലോകം. ആ 21-ാമത്തേതിൽ വളരെ രസകരമായിട്ട് ഉള്ളത്തിൽ വാണിയിടും എന്നെ അറിയാതെ, ഉള്ളത്തിൽ വാണിയിടും എന്നെ അറിയാതെയല്ലോ നടിപ്പത് അർച്ചിപ്പതായവരും. അവ നടിക്കുന്നു, ഉള്ളിൽ ഉൾക്കൊണ്ടിരിക്കുന്ന ഈശ്വരനെ കാണാതെ അറിയാതെ അർച്ചിക്കുന്നു ഏവരും. സർവപ്രചോദകനായി സമസ്തത്തിലും ആവസിച്ചിടും ഈ എന്നെ ഉപേക്ഷിച്ച് മൂഢജനമ്മൽ പ്രതിബിംബ പൂജ ചെയ്തിടുന്നു ഭസ്മഹോമം കണക്കെ. ഭസ്മഹോമം കണക്കെ. ഭസ്മഹോമം യോമാം സർവഭൂതേഷു സന്തമാത്മാനമീശ്വരം ഹിത്വാർച്ചാം ഭജതേ മൗഢ്യാത് ഭസ്മന്യേവ ജുഹോതിസ. 21, 22. അപ്പോൾ 21, 22 എന്ന് പറയുന്ന 29-ാമത്തെ അധ്യായം തൃതീയ സ്കന്ധം. അവിടെ വളരെ വ്യക്തമായിട്ടും പരമഹംസസ്വരൂപമായിരിക്കുന്ന കപിലവാസുദേവൻ അമ്മയ്ക്ക് പറഞ്ഞു കൊടുക്കുന്ന അതാണ് പരമമായിരിക്കുന്ന ജ്ഞാനം. ഒന്നുകൂടി നമുക്ക് ആദ്യം മുതൽ ഒന്നുകൂടി ഒരു അനാവരണം, ഒരു പ്രത്യേക രീതിയിലുള്ള ഒരു പര്യടനം ആവശ്യമാണ്. അക്കൂട്ടത്തിലാണ് ഇവിടെ അവതാരത്തിന് മുമ്പേ തന്നെ അച്ഛൻ ഈ പറയുന്ന കർദമ പ്രജാപതിക്ക് ഭഗവാൻ തന്നെ പറഞ്ഞു കൊടുത്തു, ഞാൻ എല്ലായിടത്തും ഉണ്ട്, നിന്നിലും എന്നെ കണ്ടുകൊണ്ട് നീ പോവുക എന്ന്. അതല്ലേ ബുദ്ധിയിൽ നീ എന്നെ നിന്നിൽ കാണുക. അതുപോലെ തന്നെ ഇവിടെയും പറഞ്ഞ് ഉറപ്പിക്കുന്നത് വളരെ രസകരമായിരിക്കുന്ന രീതിയിൽ ആ 21-ലേക്ക് വരുമ്പോൾ ഉള്ളത്തിൽ 21, 22 കൂട്ടി വായിക്കണം. ഉള്ളത്തിൽ വാണിയിടും എന്നെ അറിയാതെയല്ലോ നടിപ്പത് അർച്ചിപ്പത് ആ ഏവരും സർവപ്രചോദകനായി സമസ്തത്തിലും ആവസിച്ചിടും ഈ എന്നെ ഉപേക്ഷിച്ച് മൂഢജനം മൽ പ്രതിബിംബ പൂജ ചെയ്തിടുന്നു ഭസ്മഹോമം കണക്കെ വൃഥ. ഭസ്മാഹൂതി സമാനം എന്ന് പറയുന്ന രീതി ഇവിടെയും ഹിത്വാർച്ചാം ഭജതേ മൗഢ്യാത്.
ഭസ്മന്യേവ ജ്യോതിസ, ഭസ്മന്യേവ ജ്യോതിസ. ചാരത്തിൽ ഹോമിക്കുന്ന പോലെ നിഷ്ഫലമായിട്ടുള്ള പ്രവൃത്തികൾ നമ്മൾ ചെയ്യാൻ കാരണം എന്തേ? എന്നെ എല്ലായിടത്തും കാണാത്തത് കൊണ്ടാണ് അത് ഭസ്മാഹൂതി സമാനമാകുന്നത്, ഈ ജ്ഞാനം. അപ്പോൾ ഏതൊരു ജ്ഞാനമാണോ തൃതീയ സ്കന്ധത്തിൽ ജ്ഞാനാവതാരമായ പരമഹംസസ്വരൂപമായ സാക്ഷാൽ വാസുദേവൻ്റെ അവതാരമായ ആ ഈശ്വരസ്വരൂപമായിട്ടുള്ള കപിലൻ അമ്മയ്ക്ക് ഉപദേശിച്ചു കൊടുത്ത ജ്ഞാനത്തെ ദൃഢമാക്കാൻ എന്ന് പറഞ്ഞത് എല്ലായിടത്തും ഈശ്വരനെ കാണുക, അതാണ് ഏറ്റവും വലിയ ധർമ്മം. അതിനു വേണ്ടിയിട്ടാണ് ഇവിടെ ഭക്തിയാണ് പരമായിരിക്കുന്ന ധർമ്മം എന്ന് പറഞ്ഞിട്ട് വീണ്ടും നമ്മൾ കാണുന്നത് എന്താ? വാസുദേവേ ഭഗവതി ഭക്തിയോഗ പ്രയോജിത ജനയത്യാശു വൈരാഗ്യം ജ്ഞാനം യത്തത് അഹൈതുകം. ഈ ഒന്നാമത്തെ സ്കന്ധൻ 2-ാമത്തെ അധ്യായത്തിൽ 6-ാമത്തെ വായിച്ചതുപോലെ 6-ാമത്തേതാണ് നമ്മൾ വായിച്ചത്. സവൈ പുംസാം, അതാണ് 6. സവൈ പുംസം പരോധർമ്മോ യഥോ ഭക്തിരഥോക്ഷജേ അഹൈതുക്യപ്രതിഹത യേ ആത്മാ സംപ്രസീദതി. അത് 6-ാമത്തെ ശ്ലോകം. അവിടെയാണ് ഹരിയിൽ അകാരണമായുള്ളവായി അനാരതം പെരുകും പ്രേമം അത്രേ പരമം ധർമ്മം പാർത്താൽ അതുണ്ടായാൽ 7-ാമത്തെ ശ്ലോകത്തിൽ അടുത്ത ശ്ലോകത്തിൽ പറയുന്നത് വാസുദേവേ ഭഗവതി ഭക്തിയോഗ പ്രയോജിത ജനയത്യാശു വൈരാഗ്യം ജ്ഞാനം യത്തത് അഹൈതുകം. നേരത്തെ പറഞ്ഞ അഹൈതുകമായിരിക്കുന്ന ഭക്തിയാണെങ്കിൽ ഇവിടെ അഹൈതുകമായിരിക്കുന്ന ജ്ഞാനം, അതിനെപ്പറ്റി പറയുന്നത് ഈ ഭക്തിയിൽ നിന്ന് ജനിക്കുന്നതാണ് എന്നുള്ള മട്ടിൽ തന്നെയാണ്. അപ്പോൾ വാസുദേവൻ്റെ നേർക്ക് ഹേതുക്കളെ യാതൊന്നും കാരണം യാതൊന്നുമില്ലാതെ തോന്നുന്ന പ്രേമത്തിൻ്റെ ആ പാരമ്യത്തിലൂടെ ഉളവാകുന്ന ഭക്തിയാണ് ധർമ്മം എന്നിങ്ങനെ പ്രതിപാദിച്ചുകൊണ്ട് അതിൽ നിന്നുണ്ടാകുന്നതോ വാസുദേവേ ഭഗവതി ഭക്തിയോഗ പ്രയോജിത ജനയത്യാശു വൈരാഗ്യം ജ്ഞാനം എത്തത് അഹൈതുകം. അതിലൂടെ രണ്ടുപേരിങ്ങനെ ജനിക്കുന്നുണ്ട്. അതിലൊന്ന് വൈരാഗ്യവും മറ്റൊന്ന് ജ്ഞാനവുമാണ്. ഇവിടെയാണ് സ്കന്ദപുരാണാന്തർഗതമായിട്ടുള്ള മാഹാത്മ്യത്തിൽ ഭക്തിയുടെ കഷ്ടസ്ഥിതിക്ക് എന്താ കാരണം? ജ്ഞാനവും വൈരാഗ്യവും എന്ന് പറയുന്ന കുട്ടികൾ വാസ്തവത്തിൽ ക്ഷീണിതരായിട്ട് കിടക്കുന്നു. ജ്ഞാനവും വൈരാഗ്യവും എന്ന് പറയുന്ന 2 കുട്ടികൾ മരണപ്രായരായിട്ട് കിടക്കുന്ന ഈ അവസ്ഥ വളരെ ശോചനീയം. അതുകൊണ്ട് ഭക്തി കരഞ്ഞുകൊണ്ടിരിക്കുന്നു. ആ ഭക്തിയെ രക്ഷിക്കാനാണല്ലോ ഭാഗവത സപ്താഹം നാരദൻ മുൻകൈ എടുത്ത് നടത്തിയത്. അപ്പോൾ അവിടെയെല്ലാം തന്നെ ഭക്തി എന്ന് പറയുന്ന വെറുതെ ഭക്തി എന്ന് പറഞ്ഞുകൊണ്ട് നടന്നാൽ പോരാ. അതിൽ നിന്ന് ജനിക്കണം 2 കുട്ടികൾ. ജനിക്കുന്ന കുട്ടികൾ വാസ്തവത്തിൽ ശക്തന്മാരായിരിക്കുന്ന കുട്ടികളായിരിക്കണം. ജ്ഞാനവും വൈരാഗ്യവുമാണ്. അത് 7-ാമത്തെ ശ്ലോകത്തിലാണ്. വാസുദേവേ ഭഗവതി ഭക്തിയോഗ പ്രയോജിത ജനയത്യാശു വൈരാഗ്യം ജ്ഞാനം യത്തത് അഹൈതുകം. ഭഗവാൻ വാസുദേവൻ്റെഴും ആ ഭക്തി സാമ്പ്രതം വിരക്തിയുണ്ടാക്കും. അതുകൂടാതെ അഹൈതുകമം ജ്ഞാനവും തഥാ. അപ്പോൾ ഇവിടെയെല്ലാം തന്നെ വൈരാഗ്യം എന്ന് പറയുന്ന വിരക്തി ജനിക്കാൻ ഭക്തി വേണം. ജ്ഞാനം എന്ന് പറയുന്ന ഹേതുവില്ലാത്ത അകാരണമായിട്ട് നമ്മളിലുണ്ടാകുന്ന ജ്ഞാനവും ജ്ഞാനത്തിന് വേണ്ടിയിട്ട് ജ്ഞാനം എന്നുള്ളതിൽ കവിഞ്ഞ് ജ്ഞാനത്തെ ഉൽപ്പാദിപ്പിക്കുന്നതിന് പ്രത്യേകിച്ച് കാരണം ഒന്നുമില്ലാത്ത രീതിയിൽ ഭക്തി പോലെ തന്നെ കാരണവും ഭക്തിയിൽ ജനിക്കുന്ന 2 സന്തതികൾ. അപ്പോൾ ഇവിടെ ഇതെല്ലാം തന്നെ ദൃഢമാക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ചതുർത്ഥ സ്കന്ധം എന്ന് പറഞ്ഞ് ഒന്നുകൂടി ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കാര്യങ്ങൾ പറഞ്ഞത്. ഇനി ചില സംഗതികൾ കൂടി നമ്മൾ ഒന്ന് ചിന്തിച്ചുറപ്പിച്ചാലല്ലേ ഇവിടെ ഹരി എന്ന് പറയുന്ന ഈശ്വരൻ എല്ലാവരിലും, അവിടെ വിഷ്ണു ഭഗവാൻ തന്നെ കർദമ പ്രജാപതിയോട് ഞാൻ എല്ലായിടത്തും ഇങ്ങനെ വസിക്കുന്നു എന്നുള്ള മട്ടിലുള്ള ആ തത്വപ്രതിപാദനം കൊണ്ട് അല്ലയോ കർദമ പ്രജാപതിയെ നീയും അങ്ങനെ ബുദ്ധിയിൽ നിന്നിൽ ഞാനാണെന്ന് ഉറപ്പിക്കുക. നിന്നിൽ ഞാനാണ്, ഞാൻ നിന്നിലുണ്ട് എന്നിങ്ങനെ ഉറപ്പിക്കണമെന്ന് പറഞ്ഞ പോലെ തന്നെ അത് തന്നെയല്ലേ പിന്നാലെ കപില വാസുദേവൻ അമ്മയ്ക്ക് ഉപദേശിച്ചതും. എല്ലായിടത്തും വസിക്കുന്ന ഈശ്വരനെ എല്ലായിടത്തും കാണാതെ വേറുകൂറ് വച്ച് പുലർത്തിക്കൊണ്ട് അല്ലെങ്കിൽ വിഭാഗീയത വച്ചു പുലർത്തുന്ന രീതിയിൽ നമ്മൾ പ്രവർത്തിച്ചാൽ അവിടെ എന്തില്ല? അവിടെ ധർമ്മമില്ല, അവിടെ ഭക്തിയില്ല, അവിടെ ജ്ഞാനമില്ല, അവിടെ വൈരാഗ്യമില്ല. അപ്പോൾ എല്ലാ തരത്തിലും ഭാഗവതം വളരെ ഇൻഡിപെൻഡൻ്റായിട്ട് വളരെ വസ്തുനിഷ്ഠവും വ്യക്തവുമായിട്ട് പ്രതിപാദിക്കുന്ന ധർമ്മം വളരെ വ്യത്യസ്തമാണ് എന്ന് ചുരുക്കം. മറ്റുള്ള നമ്മൾ വിചാരിക്കുന്ന പോലെയുള്ളൊരു ധർമ്മമല്ല. അപ്പോൾ സ്നേഹം വേണം, സ്നേഹത്തിൻ്റെ പാരമ്യം വേണം, അത് പ്രേമമായിട്ട് രൂഢമൂലമാകണം, അത് ഈശ്വരൻ്റെ നേർക്കായിരിക്കണം. ആ ഈശ്വരൻ വേറെ എന്നുള്ള മട്ടിലാകാനും പാടില്ല. നോക്കൂ എത്രമാത്രം ശക്തമായിട്ടുള്ള ഒരു പ്രതിപാദനമാണ്. നിന്നിൽ തന്നെയുള്ള ഈശ്വരനെ നീ കണ്ടുകൊണ്ട്, നിന്നിൽ മാത്രമല്ല എല്ലായിടത്തും എല്ലാവരിലുമുള്ള ഈശ്വരനെ നീ കണ്ടുകൊണ്ട് ആ ഈശ്വരനോട് തോന്നുന്ന അദമ്യമായിരിക്കുന്ന അല്ലെങ്കിൽ അകാരണമായിട്ട് ഉളവാകുന്ന ഭക്തി അതിനെ ശക്തിപ്പെടുത്തുക, അതാണ് ഭാഗവത ധർമ്മം എന്ന് പറഞ്ഞുകൊണ്ട്
ആ ധർമ്മത്തിൻ്റെ പ്രകരണമാണ് ആദ്യത്തെ ദക്ഷയാങ്കഥ. ചെയ്യേണ്ട ജോലി ചെയ്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് ശിക്ഷിക്കുന്ന സാധാരണക്കാരൻ്റെ ഭാഷ പോരാ എന്ന് ചുരുക്കം. അവനവനിൽ അർപ്പിതമായിരിക്കുന്ന കർത്തവ്യം ചെയ്യാത്തതുകൊണ്ട് ശിക്ഷിക്കുന്ന രീതിയാണെന്ന് തോന്നരുത്. അതിനേക്കാൾ കവിഞ്ഞ് അതിനപ്പുറം സ്ഥിതി ചെയ്യുന്നൊരു പ്രത്യേകത ഈ ധർമ്മത്തിനുണ്ട്. ധർമ്മത്തിനുണ്ട്. ഭാഗവതം പ്രതിപാദിക്കുന്ന ധർമ്മത്തിനും കർമ്മത്തിനുമുണ്ട്, ഭക്തിക്കുമുണ്ട്, ധ്യാനത്തിനുമുണ്ട്. അത് എല്ലാ തരത്തിലും വ്യക്തമായി എന്ന് ഞാൻ കരുതുകയാണ്. അതുകൊണ്ടാണ് ഭഗവാനെ പ്രതിപാദിക്കുന്ന ഏത് തരത്തിലാണ്? വദന്തി തത്വവിത്തത്വം. തത്വമായിട്ടെല്ലാം തന്നെ നമ്മൾ പറയുന്ന ഈശ്വരൻ അല്ലെങ്കിൽ ഈശ്വരതത്വം. യജ്ഞാനം അദ്വയം ബ്രഹ്മേതി പരമാത്മേതി ഭഗവാനിതി ശബ്ദതയെന്ന് ആദ്യം തന്നെ അത് ഒന്നാമത്തെ ഈ സ്കന്ധത്തിൽ രണ്ടാമത്തെ അധ്യായത്തിൽ 11. അപ്പോൾ ഒന്നാമത്തെ സ്കന്ധത്തിൽ രണ്ടാമത്തെ അധ്യായത്തിൽ 6, 7. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ 11ലേക്ക് കടക്കുന്നു. 11ലേക്ക് കടന്ന് പിന്നെ 21ലേക്ക് കടക്കുമ്പോഴേക്ക് ഈ ജ്ഞാനപ്രതിപാദനം അതിൻ്റെ ആമുഖമെല്ലാം തന്നെ വളരെ വ്യക്തമായിട്ടും കുറിച്ചിട്ട് തന്നു. കപില ഉപദേശത്തിലേക്ക് കടക്കുമ്പോൾ ഒന്നുകൂടി ശക്തമായി എന്ന് മാത്രം. അതാണ് 29ാമത്തെ അധ്യായം തൃതീയ സ്കന്ധത്തിൽ നമ്മൾ ഈ പറയുന്ന 2 ശ്ലോകങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് പാടിയത്. മറ്റൊന്നുമല്ല, അത് 21ഉം 22ഉം. ഇത്തരത്തിലുള്ളൊരു പഠനം ഭാഗവത്തിൽ ആവശ്യമാണ്. അപ്പോൾ വദന്തിത തത്വവിത്തത്വം ജ്ഞാനം അദ്വയം ബ്രഹ്മേതി പരമാത്മേതി ഭഗവാനിതി ശബ്ദതേ എന്ന് പറയുന്നതിൽ നിന്ന് ആരാണ് ഈശ്വരൻ? പടം വരച്ചുകൊണ്ടും ബിംബം അഥവാ ഈ വിഗ്രഹം ഉണ്ടാക്കിക്കൊണ്ട് ശില്പികൾ സൃഷ്ടിക്കുന്ന രീതിയിലുള്ള രൂപഭാവങ്ങൾ കൽപ്പിച്ചുകൊണ്ടുമല്ല നാം ഈശ്വരാന്വേഷണം നടത്തേണ്ടത്. ആ ഈശ്വരൻ ജ്ഞാനം അദ്വയം. ഈ അദ്വയജ്ഞാനം ഏത് എന്ന് നേരത്തെ പറഞ്ഞതിൽ നിന്ന് നിങ്ങൾക്ക് പിടികിട്ടിയോ ആവോ? ഏതൊരു കർദമ പ്രജാപതിയാണോ വിഷ്ണുവിനെ ആരാധിച്ച് തപസ്സനുഷ്ഠിച്ച് അങ്ങനെ പ്രത്യക്ഷപ്പെടുത്തിയ വിഷ്ണു തന്നെ പറയുന്നു, ബുദ്ധിയിൽ നീ ചിന്തിച്ചുറപ്പിച്ചുകൊണ്ട് ഞാൻ നിന്നിലുണ്ട് എന്ന് ഉറപ്പിക്കുക എന്ന്. എല്ലായിടത്തും വസിക്കുന്ന സർവഭൂത അന്തരവാസിയായിരിക്കുന്ന എന്നെ നിന്നിൽ കാണുക എന്ന് പറയുന്നതിൽ നിന്ന് അതല്ലേ വ്യക്തമാകുന്നത്. ഇതാണ് അദ്വയം. 2 എന്നുള്ള ഭാവത്തിൽ ഒരിക്കലും ഞാനും ഈശ്വരനും ഇരിക്കാൻ പാടില്ല എന്ന്. അപ്പോൾ ഭാഗവതത്തിൻ്റെ ശക്തമായിട്ടുള്ളൊരു പ്രമേയം ഈശ്വരനും താനും ഒന്ന് എന്ന് ഉറപ്പിക്കലാണ് എന്ന് ചുരുക്കം. അതല്ലേ ഇവിടെയും വദന്തി തത്വം യജ്ഞാനം അദ്വയം ബ്രഹ്മേതി പരമാത്മേതി ഭഗവാൻ ഇതി ശബ്ദതേ. നിങ്ങൾ എന്ത് പേര് പറഞ്ഞു വേണമെങ്കിലും വിളിച്ചോളൂ. ബ്രഹ്മമെന്നോ പരമാത്മാവെന്നോ ഭഗവാനെന്നോ വിളിച്ചോ ഈശ്വരനെ. ഈ 3 അല്ലെങ്കിൽ ഇത്തരത്തിൽ എന്തെല്ലാം പേരുകൾ നിങ്ങൾ വിളിച്ചാലും അതെല്ലാം തന്നെ അദ്വൈതജ്ഞാനമാണ്. 2 അല്ലാത്ത ഒരവസ്ഥയാണ്. 2 അല്ലാത്ത അവസ്ഥയിൽ നിൽക്കുമ്പോൾ മാത്രമേ ഈശ്വരൻ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുള്ളൂ. 2 എന്നുള്ള രീതിയിലിരിക്കുമ്പോൾ ഈശ്വരൻ ഇല്ല എന്ന്. അത് കർദമ പ്രജാപതിക്ക് വിഷ്ണു ഉപദേശിക്കുന്നു, കപിലവാസുദേവനാണെങ്കിൽ അമ്മയ്ക്ക് ഉപദേശിക്കുന്നു. എല്ലാം 1 എന്നുള്ള രീതിയിലായിരിക്കണം നമ്മുടെ ചിന്തകളും പ്രവൃത്തികളും എല്ലാം തന്നെ. നമ്മൾ ചെയ്യുന്ന പൂജകളായാലും ഹോമമായാലും ഇതര പ്രവൃത്തികളായാലും ആധ്യാത്മദൃഷ്ടിയിൽ നമ്മൾ അനുഷ്ഠിച്ചു പോരുന്ന കാര്യങ്ങളായാലും അവിടെയെല്ലാം തന്നെ വേറുകൂറ് എന്ന് പറയുന്ന വിഭാഗീയത എന്ന് പറയുന്ന ദ്വൈതം എന്ന് പറയുന്ന ഭാവം ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല എന്ന്. ദ്വൈതം 2 എന്നുള്ള രീതി ഒന്നുകൂടി ശ്രദ്ധിക്കൂ. തത്വജ്ഞരോതുന്ന, അങ്ങനെ തത്വജ്ഞന്മാരായിട്ടുള്ള അറിവുള്ളവർ തത്വജ്ഞരോതുന്നു തത്വം അദ്വയജ്ഞാനം എന്ന് താൻ. അപ്പോൾ അദ്വയജ്ഞാനം എന്ന് പറയുന്ന തത്വം എന്താ? ബ്രഹ്മം പരമാത്മാ ഭഗവാൻ എല്ലാം തന്നാമഭേദമാം. അപ്പോൾ ഈശ്വരനെയാണ് ഈ അദ്വയജ്ഞാനം എന്ന് പറയുന്നത്. ഒന്നുകൂടി ആ ജ്ഞാനത്തെ നിങ്ങൾ ഉറപ്പിക്കുമാവോ? പ്രഥമസ്കന്ധത്തിൽ എപ്രകാരമാണോ 2ാമത്തെ അധ്യായത്തിൽ 6, 7, 11 ഈ ശ്ലോകങ്ങളിലൂടെ ഈശ്വരനെ അവതരിപ്പിച്ചത് ഏതൊരു ഈശ്വരനാണോ എല്ലായിടത്തും ഒരുപോലെ വർത്തിക്കുന്നത് ആ ഈശ്വരൻ പരമധർമ്മമായിട്ടും ഭക്തിയോടുകൂടി നമ്മൾ അന്വേഷിച്ച് കണ്ടെത്താൻ ശ്രമിക്കുന്ന ബ്രഹ്മം, ആ ഈശ്വരനിൽ ജനിക്കുന്ന വൈരാഗ്യവും വിരക്തിയും അതുപോലെ ജ്ഞാനവും ഇതെല്ലാം തന്നെ അനുപേക്ഷണീയമാണ്. ഞാനും ഈശ്വരനും അമ്മ എന്ന് പറയുന്നൊരവസ്ഥയിലേക്ക് എത്താൻ അതാണ് ജ്ഞാനം. ആ ജ്ഞാനമാണ് ഭക്തിയുടെ പരിണതഫലമായിട്ടുണ്ടാകേണ്ടത്. ആ ഭക്തിയാണ് പ്രധാനപ്പെട്ട കർമ്മം. അതുതന്നെയാണ് ധർമ്മം. ആ ധർമ്മമല്ലേ ഈ പറയുന്ന ദക്ഷയാങ്കഥയിലും അവതരിപ്പിക്കുന്നത്. ജ്ഞാനം, ഭക്തി, ജ്ഞാനവും ഭക്തിയും വൈരാഗ്യവും ഇതെല്ലാം തന്നെ ഒത്തുചേർന്നുകൊണ്ട് ഈശ്വരൻ്റെ പ്രതി ഈശ്വരനോട് നമുക്ക് തോന്നുന്ന അകാരണമായിട്ട് നമ്മളിലുണ്ടാകുന്ന ആ പ്രേമത്തിൻ്റെ രസം അത് ഒന്നുകൂടി വിളിച്ചോതുന്നതല്ലേ ഈ ദക്ഷയാങ്കഥ. അത്തരത്തിൽ നമുക്ക് അതിനകത്തേക്ക് കടക്കണം. പ്രത്യേകിച്ച് ഭാഗവതം 7 ദിവസക്കാലം കൊണ്ട് കേട്ടാൽ എന്തെല്ലാം മാറ്റങ്ങൾ വരുമെന്ന് പറയുന്ന പോലെ ഭാഗവതത്തിൽ തന്നെ പറയുന്നു 1, 2, 21. അപ്പോൾ ഈ 1ാമത്തെ സ്കന്ധം 2ാമത്തെ അധ്യായത്തിലാണ് ഇതെല്ലാം തന്നെ വരുന്നത്. 6, 7
ഈ 6, 7 എന്ന് പറയുന്ന ആ 2 ശ്ലോകങ്ങൾ കഴിഞ്ഞാൽ 11, 21. അപ്പോൾ ഇത്തരത്തിലുള്ള ശ്ലോകങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ വളരെ ഘനഗംഭീരമായിരിക്കുന്നൊരവസ്ഥ നമുക്ക് ഭാഗവത് ആദ്യം തന്നെ ഇട്ട് തരികയാണ്. എന്താണ് 21-ാമത്തെ ശ്ലോകം? ഭിദ്യതേ ഹൃദയഗ്രന്ഥി ഛിദ്യന്തേ സർവസംശയ ക്ഷീയന്തേ ജാസ്യകർമാണി ദൃഷ്ടം ഏവ ആത്മനീശ്വരേ. ഹൃദയഗ്രന്ഥികളെല്ലാം തന്നെ ഭേദിക്കും. സപ്താഹം കേട്ടാൽ സംഭവിക്കുമെന്ന് പറയുന്നത് വേറുതരത്തിലാണ്. 1-ാമത്തെ സ്കന്ധം 2-ാമത്തെ അധ്യായം 21-ാമത്തെ ശ്ലോകത്തിൽ ഭാഗവതം പറയുന്നത് ഹൃദയഗ്രന്ഥികളെല്ലാം തന്നെ കാമക്രോധാദികളെല്ലാം തന്നെ ഇങ്ങനെ ഭേദിച്ച് കാമക്രോധ ലോഭമോഹാദികളെല്ലാം തന്നെ ഇല്ലാതെയായൊരവസ്ഥയിലേക്ക് എത്തും. ഭിദ്യതേ ഹൃദയഗ്രന്ഥി ഛിദ്യന്തേ സർവസംശയ. നമുക്ക് ഉളവാകുന്ന ആത്മീയമായിട്ടുള്ള സകല സംശയങ്ങളും ഞാൻ ആര്, നീ ആര്, ഇതെല്ലാം എന്ത്, ഈ പ്രപഞ്ചം എന്ത്, ഇതിൻ്റെ രഹസ്യമെന്ത് എന്നുള്ള ആ സംശയാസ്പദമായിട്ടുള്ള നമ്മുടെ നോട്ടങ്ങളെല്ലാം തന്നെ മാറിയിട്ട് നല്ലൊരു നേട്ടം നമുക്ക് കിട്ടും. സംശയങ്ങളെല്ലാം തന്നെ ദൂരീകരിക്കപ്പെടും. എപ്പോൾ? ക്ഷീയം തേജാസ്യകർമാണി, കർമ്മവും കൂടി ക്ഷയിക്കും. അവശേഷിച്ചതായിട്ടുള്ള യാതൊരു കർമ്മവും ഇല്ലാത്തൊരവസ്ഥയിലേക്ക് നമ്മൾ എത്തും. എപ്പോൾ? ദൃഷ്ടം ഏവ ആത്മനീശ്വരേ. എപ്പോഴാണോ നമ്മൾ നമ്മുടെ ഈ പറയുന്ന ആത്മസ്വരൂപത്തെ, നമ്മുടെ ജീവസ്വരൂപത്തെ, നമ്മുടെ പ്രാണസ്വരൂപത്തെ, നമ്മുടെ ശരീരാന്തർഗതമായിട്ട് വ്യവഹരിക്കുന്ന വ്യാപരിക്കുന്ന ചൈതന്യത്തെ ഈശ്വരനാണെന്ന് കാണുമ്പോൾ ഇതെല്ലാം തന്നെ നടക്കും. അപ്പോൾ ഈശ്വരനാര? നിന്നിലാണ്, എന്നിലാണ്, എല്ലായിടത്തുമാണ്. അപ്പോൾ നിന്നിലും എന്നിലും എല്ലായിടത്തും കൂടി കൊള്ളുന്ന ഈശ്വരനെ പറ്റി ഈ പ്രഥമസ്കന്ധം 2-ാമത്തെ അധ്യായം 7, 6, 7, 11, ഈ 21 എന്ന് പറയുന്ന ശ്ലോകങ്ങളിലൂടെ പോകുമ്പോൾ ഏതൊന്നാണോ കപിലവാസുദേവൻ ജനിക്കുന്നതിന് മുമ്പ് ഭഗവാൻ അച്ഛൻ കർദമ പ്രജാപതിയോട് പറഞ്ഞത്, മകൻ ഈ പരമഹംസനായിരിക്കുന്ന കപിലവാസുദേവൻ അമ്മ ദേവഹൂതിയോട് പറഞ്ഞത്, ഇതെല്ലാം കൂട്ടി വായിക്കുക. ഒന്നുകൂടി ഈ കപിലവാസുദേവൻ അമ്മയോട് പറഞ്ഞത് നോക്കൂ. അഹം സർവേഷു ഭൂതേഷു ഭൂതാത്മാവ് അവസ്ഥിതസ്സദാ തം അവജ്ഞായ മാം മർത്യ കുരുതേ അർച്ചാവിഡംബനം യോമാം സർവേഷു ഭൂതേഷു സന്തം ആത്മാനമീശ്വരം ഹിത്വാർച്ചാം ഭജതേ മൗഢ്യാത് ഭസ്മന്യേവ ജ്യോതിഷ. അപ്പോൾ നമ്മൾ നിരർത്ഥകമായിട്ടുള്ള അർത്ഥശൂന്യമായ ഫലപ്രദമല്ലാത്ത പ്രവൃത്തികൾ ചെയ്തു കൂട്ടുന്ന എങ്ങനെ? ഈശ്വരനെ എല്ലായിടത്തും കാണാതെ. സർവം ഖല്ലിതം ബ്രഹ്മ എന്ന് പറയുന്നൊരവസ്ഥയിലും അഹമാത്മാ ബ്രഹ്മ എന്ന് പറയുന്ന ഭാവത്തിലും അത്തരത്തിൽ നമ്മൾ മാറിയതിന് ശേഷമാണ് നമ്മൾ ജ്ഞാനികളാകുന്നതെന്ന് ചുരുക്കം. ഒരു ജ്ഞാനം എന്ന് പറയുന്ന നിസ്സാരമായിട്ടുള്ള പുസ്തകപ്പുഴുവായിട്ടിരുന്ന് പഠിച്ചുള്ള അറിവുകളുടെ കൂമ്പാരമല്ല എന്ന് പലവട്ടം പറഞ്ഞ് ഒന്നുകൂടി ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ഏതാണ് ജ്ഞാനം? ജ്ഞാനം എന്ന് പറയുന്ന ഈ പറയുന്ന പ്രയോഗങ്ങളിൽ നിന്ന് വ്യക്തമാണ്. അപ്പോൾ ഈശ്വരനാണ് എല്ലായിടത്തും, ഈശ്വരൻ അല്ലാതെ ആരുമില്ല. അയമാത്മാ ബ്രഹ്മ എന്നും പ്രജ്ഞാനം ബ്രഹ്മ എന്നും സർവം ഖല്ലിതം ബ്രഹ്മ എന്നും ഇതെല്ലാം തന്നെ പറഞ്ഞുകൊണ്ട് ഈശ്വരനെ മുട്ടിയിട്ടും തട്ടിയിട്ടും അത്തരത്തിൽ കാണാതെയും പോകാൻ നമുക്ക് നിവൃത്തിയില്ലാത്തൊരു പ്രപഞ്ചമാണിത്. അപ്പോൾ എവിടെ തിരിഞ്ഞു നോക്കിയാൽ ഈശ്വരനെ വിട്ടിട്ട് മറ്റാരെയും കാണാതിരിക്കുന്നൊരവസ്ഥയിലേക്ക് എത്തുമ്പോഴതാണ് ജ്ഞാനം. ആ ജ്ഞാനം വാസ്തവത്തിൽ നമുക്കുണ്ടായിരിക്കണം. ആ ജ്ഞാനമുണ്ടാകാൻ വേണ്ടിയിട്ടാണ് ഭക്തി. ആ ഭക്തി എന്ന് പറയുന്ന പരമമായിരിക്കുന്ന ധർമ്മമാണെന്നും ഭാഗവതം തുടക്കത്തിലേ ഘോഷിച്ചു. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രേമം, ഒരു ഭക്തി നിഷ്കാമമായിരിക്കുന്നത്, അകാരണമായിട്ടുള്ളത് ഈശ്വരൻ്റെ നേർക്ക് ഉണ്ടായേ മതിയാകൂ. അതിനു വേണ്ടിയിട്ടാണ് ചതുർത്ഥ സ്കന്ധത്തിലെ ആദ്യത്തെ പ്രകരണം ദക്ഷയാഗം. ഏകദേശം അടിത്തറ ഉറപ്പിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ഭാഗവതത്തിൻ്റെ പ്രയോജനം ഉണ്ടാകുകയുള്ളൂ. അപ്പോൾ അത്തരത്തിൽ പ്രയോജനം ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് ഒന്നുകൂടി പിന്തിരിഞ്ഞു പോയി അത്തരത്തിൽ ഒരവതരണം നടത്തിയിട്ട് നാം മുന്നോട്ട് പോകുന്നത്. ദക്ഷയാഗമെന്ന് പറയുന്ന കഥ ഭാഗവതത്തിലൊരു ശൈവകഥ. ഒരു ശിവനെ ഇവിടെ അവതരിപ്പിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ത്രിമൂർത്തികളിലൊരാളായിട്ടുള്ള രുദ്രനെ അവതരിപ്പിച്ചുകൊണ്ട് ഇത്തരത്തിലൊരു കഥ നമുക്കിവിടെ മെനഞ്ഞെടുക്കേണ്ട കാര്യമില്ല. പക്ഷേ വേദവ്യാസൻ ഏറ്റവും പ്രാധാന്യം അറിയിക്കുന്ന 18-ാമത്തെ പുരാണമെന്ന് പ്രഘോഷിക്കപ്പെടുന്ന ഈ പുരാണത്തിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ ഇനി വേറെങ്ങും തേടരുത്, നേട്ടങ്ങൾ കൈവരിക്കാൻ മറ്റെങ്ങും പോകേണ്ടതില്ല, ഇവിടെ തന്നെ എല്ലാം കിട്ടിയിരിക്കണം എന്നുള്ള നിർബന്ധ ബുദ്ധി അദ്ദേഹത്തിനുള്ളത് കൊണ്ട് ഇത്തരത്തിൽ പറയുകയാണ്. അപ്പോൾ ചതുർത്ഥ സ്കന്ധത്തിലെ പ്രഥമ പ്രകരണം 7 അധ്യായങ്ങളെ കൊണ്ട് അവതരിപ്പിക്കുന്ന പ്രകരണത്തിൽ യാതൊരു കാരണവശാലും ഈശ്വരനായിരിക്കുന്ന സാക്ഷാൽ ശിവപെരുമാളിനോട്, രുദ്രനോട് ദക്ഷപ്രജാപതിക്ക് കോപം വരാൻ പാടില്ല, അല്ലെങ്കിൽ വിദ്വേഷം വച്ച് പുലർത്താൻ പാടില്ല. അദ്ദേഹത്തിന് ഈ പറയുന്ന ശിവപെരുമാളും താനും 2 എന്നുള്ള ചിന്ത വരാൻ പാടില്ല. ഇതാണ് പ്രധാനം. ഒന്നുകൂടി നമ്മളത് ഉറപ്പിക്കാൻ നോക്കാം. പരമമായിരിക്കുന്ന ഭക്തിയാണ് നമുക്ക് ആവശ്യമെന്ന് ഉദ്ഘോഷിക്കുന്ന ഭാഗവതത്തിൽ ആ ഭക്തിയാണ് ധർമ്മം എന്നിങ്ങനെ അരക്കിട്ടുറപ്പിച്ചു.
ഏതൊരു ഭക്തിയാണോ കാരണമില്ലാതെ നമ്മളിൽ ഉണ്ടാകുന്നതും വളർന്നു വലുതാകുന്നതും അതാണ് ഭാഗവത് ധർമ്മം എന്ന് പറഞ്ഞുകൊണ്ട് ആ ഭക്തിയിൽ നിന്ന് പിന്നാലെ പറഞ്ഞ ശ്ലോകത്തിൽ വൈരാഗ്യം ജനിക്കുന്നു, വിരക്തി ഉണ്ടാകുന്നു, ജ്ഞാനമുണ്ടാകുന്നു എന്ന്. അപ്പോൾ ഈ ജ്ഞാനത്തിൻ്റെ പ്രത്യേകത പറഞ്ഞു വരുമ്പോഴാണ് എന്താ അറിവ്, ആ അറിവാണ് അദ്വൈതജ്ഞാനമെന്ന് പിന്നാലെ പറഞ്ഞു. ഈ അദ്വൈതജ്ഞാനം എന്ന് പറയുന്നത് വദന്തിത തത്വവിത് തത്വം യജ്ഞാനം അദ്വയം, ഈശ്വരനും താനും രണ്ട് എന്നുള്ള ചിന്താഗതി ഇല്ലാതിരിക്കുന്നതാണ് ജ്ഞാനമെന്ന് പറഞ്ഞു. ആ ജ്ഞാനത്തെ ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ചതുർത്ഥ സ്കന്ധമെന്ന് സൂചിപ്പിച്ചത് കൊണ്ട് ധർമ്മത്തെ, ആ ധർമ്മപ്രകരണത്തെ വിവരിക്കുന്നതായിട്ടുള്ള ദക്ഷയാങ്കഥയിലും ഉദ്ദേശം ഒന്നാണ്. എന്താ അത്? ഇതെല്ലാം കൂട്ടി വായിക്കണം. അനിവാര്യമായിട്ടുള്ള ഭക്തി, അമ്മയായിരിക്കുന്ന ഭക്തി, അതിൽ ജനിക്കേണ്ടതായിട്ടുള്ള വൈരാഗ്യം, വിരക്തി എന്ന് പറയുന്ന വൈരാഗ്യം, അതുപോലെ തന്നെ ജ്ഞാനം എന്ന് പറയുന്ന ശക്തമായിരിക്കുന്ന എല്ലാം ഒന്നായി എന്നുള്ള ചിന്താഗതി. അപ്പോൾ ഇതെല്ലാം തന്നെ ഉണ്ടാക്കിയെടുക്കണമെന്നുള്ളതാണ് ദക്ഷയാങ്കഥയുടെ പ്രത്യേകത. ദക്ഷയാങ്കഥ വെറുതെ ഇങ്ങനെ വായിച്ചു പോയിട്ട് കാര്യമില്ലായിരുന്നു. പ്രജാപതിയായതുകൊണ്ട് അദ്ദേഹത്തിന് ഇങ്ങനെയുള്ള വികാരങ്ങളുണ്ടാകും എന്നൊക്കെ സാമാന്യങ്ങൾക്ക് കഥ പറയുന്ന രീതിയിൽ പറയാം. മറ്റൊരു കാര്യം, ദക്ഷപ്രജാപതി പ്രാപഞ്ചികനായതുകൊണ്ട് ഇങ്ങനെ ക്രുദ്ധത അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വേറുകൂറ് കാണിച്ചു എന്ന് പറയാം. ഇതൊന്നുമല്ല നമുക്ക് ആവശ്യം. അതുപോലെ ദക്ഷപ്രജാപതി ഭഗവാൻ ശിവപെരുമാൾ അദ്ദേഹം വന്നപ്പോൾ യജ്ഞശാലയിൽ ഇരുന്നിടത്തുനിന്ന് എഴുന്നേറ്റില്ല എന്നെല്ലാം പറയുന്ന പ്രാകൃതമായിരിക്കുന്ന ഒരു പ്രത്യേക വ്യാഖ്യാനമാണ്. എഴുന്നേറ്റില്ല, അതുകൊണ്ട് അയാൾ കോപിച്ചു. ഇതെല്ലാം സാധാരണക്കാരിൽ ഉളവാകുന്ന വികാരങ്ങളാണ്. എന്തുകൊണ്ടുണ്ടായി എന്ന് ചിന്തിക്കുക. അപ്പോൾ എന്തുകൊണ്ട് ദക്ഷപ്രജാപതിക്ക് കോപമുണ്ടായി, എന്തുകൊണ്ട് ദക്ഷപ്രജാപതിയിൽ ഈഗോ എങ്ങനെ ഉദിച്ചു, താൻ കയറി ചെന്നപ്പോൾ എന്തുകൊണ്ട് മകളുടെ ഭർത്താവാണെങ്കിലും ഞാൻ മകളുടെ ഈ ഭർത്താവായിരിക്കുന്ന ശിവപെരുമാളിൻ്റെ ഭാര്യയുടെ അച്ഛനല്ലേ എന്നുള്ളൊരു ഈഗോ, ഇതെല്ലാം തന്നെ വച്ചു പുലർത്തുമ്പോൾ അതിനർത്ഥം എന്താ? ജ്ഞാനമില്ലായിക. വളരെ രസകരമായിട്ട് എൻ്റെ ഉള്ളിലേക്ക് തോന്നുന്നത്, സാക്ഷാൽ ശ്രീരാമചന്ദ്രൻ വിച്ഛിന്നാഭിഷേക രംഗത്ത് ലക്ഷ്മണകുമാരനോട് പറയുന്നുണ്ട്, നീ ഇങ്ങനെ ക്രോധമെല്ലാം തന്നെ കാണിക്കുന്ന അറിവില്ലായ്മ എന്നറിയുക നീ ലക്ഷ്മണ. ജ്ഞാനമില്ലായ്ക എന്നാണ് അവിടെ പ്രയോഗിച്ചത് എഴുത്തച്ഛൻ. ജ്ഞാനമില്ലായ്ക എന്ന് അറിയുക നീ ലക്ഷ്മണ. ഭ്രാന്തചിത്തം ജഡം വൃദ്ധം വധൂജിതം ശാന്തേതരം പ്രവാഹീനം ഷടപ്രിയം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ അച്ഛൻ ചെയ്ത പ്രവൃത്തികൾ, എൻ്റെ ജ്യേഷ്ഠനെ നിശ്ചയിച്ച അഭിഷേകമെല്ലാം തന്നെ മുടക്കിക്കൊണ്ട് ഭരതന് രാജ്യം കൊടുക്കാനും എന്നിട്ട് ജ്യേഷ്ഠനായിരിക്കുന്ന രാമനെ കാട്ടിലേക്ക് അയക്കാനും ചെയ്തതായിട്ടുള്ള പ്രയോഗം, അതുകൊണ്ട് ക്രുദ്ധനായിട്ട് നിൽക്കുന്ന ഈ ലക്ഷ്മണകുമാരനോട് പറയുകയാണ്, നിനക്ക് ജ്ഞാനമില്ല, നിനക്കറിവില്ല. എന്നിട്ട് അത് മുഴുവൻ ആദ്യം മുതൽ അവസാനം വരയ്ക്കൊന്ന് ഓടിച്ചു വായിച്ചാൽ തന്നെ അറിയാം എന്താണ് സനാതനധർമ്മത്തിൻ്റെ സത്തായിരിക്കുന്ന സംഗതി എന്ന്. എന്താണ് ഈ സത്ത്? അപ്പോൾ എല്ലാ തരത്തിലും ആ ഭാഗത്തും ഏത് ഭാഗത്തും എവിടെ എടുത്തു നോക്കിയാലും സനാതനധർമ്മത്തിന് ഒന്നേ പറയാനുള്ളൂ, ഏകം സദ് വിപ്രാബഹുത വദന്തി എന്ന് പറയുന്ന ഈശ്വരതത്വത്തിൽ ഈശ്വരൻ മറ്റാരുമല്ല ഞാനാണെന്ന് ഉറപ്പിക്കലാണ് സനാതനധർമ്മം. ഞാനാണ് ഈശ്വരൻ. ഞാനാണെന്ന് പറഞ്ഞുകൊണ്ട് എല്ലായിടത്തും ഈശ്വരനെ കാണുന്ന രീതിയും കൂടി അതിൻ്റെ ഭാഗമാണ്. എങ്കിലേ അത് പരിപൂർണതയെ പ്രാപിക്കുന്നുള്ളൂ. അതാണ് ഇവിടെ കാണുന്നത്. എല്ലായിടത്തും ഈശ്വരൻ. അതുകൊണ്ട് ഞാൻ ഈശ്വരനാണെന്നറിയണം. ഹൃദയഗ്രന്ഥികൾ ഛേദിക്കണമെങ്കിൽ, സംശയങ്ങളെല്ലാം തന്നെ ദൂരീകരിക്കപ്പെടണമെങ്കിൽ, കർമ്മങ്ങളെല്ലാം തന്നെ ക്ഷയിക്കണമെങ്കിൽ എന്തു വേണം? ഞാൻ ഈശ്വരനായിട്ട് മാറണം. ഭിദ്യതേ ഹൃദയഗ്രന്ഥി ഛിദ്യന്തേ സർവസംശയ ക്ഷീയന്തേ ജാസ്യകർമാണി ദൃഷ്ടം ഏവ ആത്മനീശ്വരേ. ഹൃദയഗ്രന്ഥി ഭേദിക്കും, ശങ്കയെല്ലാം അകന്നിടും, കർമ്മങ്ങളും പോവും, താനാകും ഈശ്വരൻ ദൃഷ്ടനാകവേ. ഇത്രയും ശ്ലോകങ്ങൾ ഞാൻ പറയുന്നത് എല്ലാ തരത്തിലും ഈ ചതുർത്ഥ സ്കന്ധത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് തൃതീയ സ്കന്ധത്തിലെ ഞാൻ നേരത്തെ കോട്ട് ചെയ്ത ഉദ്ധരിച്ച ശ്ലോകങ്ങളും, അത് കർദമ പ്രജാപതിയോട് ഭഗവാൻ പറയുന്നതും കപിലവാസുദേവൻ അമ്മയോട് പറയുന്നതുമായിട്ടുള്ള ശ്ലോകങ്ങളും, ആമുഖമായിട്ട് പ്രഥമസ്കന്ധത്തിൽ രണ്ടാമത്തെ അധ്യായത്തിൽ 6, 7, 11, 21 എന്ന് പറയുന്ന ശ്ലോകങ്ങളും, ഇതെല്ലാം എടുത്ത് കൂട്ടി വായിച്ചാൽ തന്നെ പരമമായിരിക്കുന്ന ജ്ഞാനം എന്ത് എന്നറിയാം, പരമമായിരിക്കുന്ന ഭക്തി എന്ത് എന്നറിയാം, പരമമായിരിക്കുന്ന ധർമ്മം എന്ത് എന്നറിയാം. ഭാഗവത്തിൽ അതുമാത്രമേ പ്രതിപാദിക്കുന്നുള്ളൂ എന്നുകൂടി അറിയാം. വളരെ രസകരമായിരിക്കുന്നൊരവസ്ഥയിലേക്ക് എല്ലാവരും എത്തണമെന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണ് ചതുർത്ഥ സ്കന്ധത്തിലേക്ക് കടന്നു നിന്നുകൊണ്ട് വീണ്ടും ഒരു പര്യവേഷണം എന്ന് പറയുന്നതിൽ പിന്നോക്കം പോയി, അല്ലെങ്കിൽ
അങ്ങനെ ഒരു ഫ്ലാഷ് ബാക്ക് പോലെ പോയിട്ട് വീണ്ടും വീണ്ടും ഇത് ആവർത്തിച്ച് പറയുന്നത്. ഇതുണ്ടാക്കിയെടുത്തേ മതിയാവും. നമ്മൾ സനാതനധർമ്മികളെന്ന അവകാശവാദം ഉന്നയിക്കുന്ന ഭാരതീയർ നമ്മളിൽ ഉണ്ടാകേണ്ടത് ഈ ചിന്തയാണ്. പ്രതികരണശേഷി നഷ്ടപ്പെടാൻ വേണ്ടിയിട്ടല്ല. എല്ലായിടത്തും ഈശ്വരനാകുമ്പോൾ തന്നെ തല്ലിക്കൊല്ലാൻ വരുന്ന അല്ലെങ്കിൽ നശിപ്പിക്കാൻ വരുന്ന തീവ്രവാദികൾക്കെതിരെ നിശബ്ദമായിട്ട് നിന്നുകൊണ്ട് അടിയേൽക്കാനല്ല ഈ പറയുന്നതിൻ്റെ പൊരുൾ. എല്ലാവരും ഇത്തരത്തിലായിക്കഴിഞ്ഞാൽ ഉണ്ടാകുന്ന നേട്ടം, അവിടെ ശത്രുവില്ല മിത്രമില്ല എന്ന് പറയുന്നൊരു ഭാവം, അവിടെ തീവ്രവാദത്തിന് പ്രസക്തിയില്ല എന്നുള്ള രീതി, എല്ലാ തരത്തിലും ഇസ്ലാം ആയാലും ക്രൈസ്തവരായാലും ഹിന്ദുക്കളായാലും അത്തരത്തിൽ വേറുകോറില്ല. കാരണം എന്താ? എല്ലാവരിലുമുള്ള ഈശ്വരത്വത്തെ മനസ്സിലാക്കുന്ന പരമമായിരിക്കുന്ന ജ്ഞാനത്തെയാണ് ഇവിടെ പ്രതിപാദിക്കുന്നത്. അപ്പോൾ തൃതീയ സ്കന്ധത്തിലെയും അതിന് മുന്നോടിയായിട്ട് ഏതേത് ഭാഗങ്ങളാണ്, ചതുശ്ലോകി ഭാഗവതം പോലും. അപ്പോൾ ഇതെല്ലാം തന്നെ നമ്മൾ പഠിക്കുമ്പോഴും ഒക്കെ ഇങ്ങനെ എടുത്തിട്ട് കൂട്ടി ആ ഇണക്കിക്കൊണ്ട് വേണം നമ്മളത് പഠിക്കാനും അത് പ്രായോഗിക തലത്തിലേക്ക് എത്തിക്കാനും. ഇനി നമുക്ക് ദക്ഷയാഗത്തിലേക്ക് ഒന്നുകൂടി കടക്കാം. പ്രജാപതിയായതുകൊണ്ട് ഇത്തരത്തിൽ പ്രവർത്തിച്ചു എന്നുള്ള ചിന്തയല്ല നമുക്ക് ആവശ്യം. അത് പാടില്ല. നമുക്ക് പ്രാപഞ്ചികത എന്ന് പറയുന്ന ഒരു പരിധിവരെ നമുക്കുണ്ടായാൽ പോലും അതിൽ നിന്ന് മുക്തമായിരിക്കുന്നൊരവസ്ഥയിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ് ഈ പ്രകരണങ്ങളെല്ലാം. ദക്ഷപ്രജാപതിയെപ്പോലെ ക്രുദ്ധനായിക്കൊണ്ട് അല്ലെങ്കിൽ ഭഗവാനെ തിരസ്കരിച്ചുകൊണ്ട് ഭഗവാനെ മാനിക്കാതെ തൻ്റെ ഇടവും ഇതെല്ലാം തന്നെ കാണിക്കുന്നൊരു യാഗം നടത്തലല്ല നമ്മുടെ ലക്ഷ്യമെന്നുകൂടി. നമ്മൾ കർമ്മങ്ങൾ ചെയ്യുമ്പോൾ ആ കർമ്മങ്ങളൊന്നും നമ്മളെ ബാധിക്കാതിരിക്കുന്ന രീതിയിലേക്ക് വേണമെന്ന് കൂടി വന്നില്ലേ? ഞാൻ കർമ്മം ചെയ്യുന്നു എന്ന് പറയുന്ന രീതിയിലേക്ക് കർത്തൃത്വമായിരിക്കുന്നൊരഭിമാനം വരുന്നത് കൊണ്ടല്ലേ ദക്ഷപ്രജാപതിക്ക് ഈ തലക്കനം വന്നത്? ഞാൻ ചെയ്യുന്ന യാഗവേദിയിലേക്ക് ഈശ്വരനെ ക്ഷണിക്കണ്ട എന്ന് പറയുന്ന രീതിയിലേക്ക് ആയതെന്തുകൊണ്ടാണ്? ഈശ്വരനും താനും ഒന്ന് എന്നുള്ള ബോധം ഇല്ലാത്തത് കൊണ്ടല്ലേ? അപ്പോൾ ഈശ്വരൻ എന്ന് പറയുന്നത് എൻ്റെ മകളുടെ ഭർത്താവാണ് എന്ന് പറഞ്ഞ തുച്ഛമായിട്ടുള്ള ആ ചിന്ത വന്നതുകൊണ്ടല്ലേ ഇത്തരത്തിലുള്ള എല്ലാ തരത്തിലുള്ള പ്രവർത്തനങ്ങളും വന്ന് ദക്ഷപ്രജാപതിയുടെ തലയേറ്റുപോയത്. വീണ്ടും തലയേറ്റുപോകുക. അപ്പോൾ തലയേറ്റുപോകുക എന്ന് പറയുന്നത് ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ദക്ഷയാഗകഥ. നിങ്ങളുടെ തല എന്ന് പറയുന്ന ഉത്കൃഷ്ടമായിരിക്കുന്ന വാഗ്ഭവകൂടം, കഴുത്തിന് മേലേക്ക് ഉള്ള എല്ലാ ഇന്ദ്രിയങ്ങളുമെല്ലാം തന്നെ വളരെ സന്നിഹിതമായിരിക്കുന്നൊരു പ്രത്യേക സങ്കേതം. അതിലൂടെയാണ് ഈശ്വരൻ നമ്മൾ സാക്ഷാത്കരിക്കാനുള്ള ശ്രീകോവിൽ. ആ ശ്രീകോവിൽ വേണ്ട രീതിയിൽ നമ്മൾ കാത്തു സൂക്ഷിക്കാതെ അറ്റുപോകാതിരിക്കുക. അതിനൊരിക്കലും കേടുവരരുത്, അത് മുറിഞ്ഞു പോകരുത്, ശരീരത്തിൽ നിന്ന് വിട്ടുപോകരുത് എന്ന്. എത്ര രസകരമായിട്ടുള്ള പ്രയോഗമാണ്. അപ്പോൾ ഒരു കബന്ധമായിട്ട് മാറുന്ന രീതിയിലേക്ക് ദക്ഷൻ പോയ പോലെ പോകാൻ പാടില്ല. അതിനെന്തു വേണം? ഈശ്വരനും താനും ഒന്ന് എന്നറിയണം. ആ ജ്ഞാനമാണ് നമ്മൾ തൃതീയ സ്കന്ധം പുറകോട്ട് ചെല്ലുമ്പോൾ ഒക്കെ പഠിച്ചതും പഠിപ്പിച്ചതും. അപ്പം ഞാൻ ഈ തൃതീയ സ്കന്ധത്തിൽ പറഞ്ഞിരിക്കുന്ന ഈശ്വരൻ തന്നെയാണ്, എല്ലായിടത്തും ഈശ്വരനാണ് എന്ന് അറിഞ്ഞുകൊണ്ട് ഒരു യാഗം നടത്തുന്ന പക്ഷം അത് വാസ്തവത്തിൽ ഭസ്മാഹൂതി സമാനമാകുമോ? തൃതീയ സ്കന്ധത്തിൽ പറഞ്ഞു ഉറപ്പിച്ച ദേവഹൂതിക്ക് പറഞ്ഞു കൊടുത്ത ആ ഉപദേശത്തിലൂടെ ഏതൊരു കപിലവാസുദേവനാണോ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളെല്ലാം തന്നെ ഭസ്മാഹൂതി സമാനമാകരുത്. നമ്മൾ ചെയ്യുന്ന ഹോമാദികൾ, പൂജാദികൾ, അർച്ച അല്ലെങ്കിൽ വിഗ്രഹ ആരാധന, ഇത് യാതൊന്നും തുച്ഛമാകരുത്, മറ്റുള്ളവർ പുച്ഛിക്കുന്ന രീതിയിലേക്ക് അധപ്പതിക്കുന്ന രീതിയിലേക്കാകരുത്, ഫലവത്തായിരിക്കണം. എങ്ങനെയായാൽ ഫലവത്താകും? എല്ലായിടത്തും ഈശ്വരനെ കണ്ടുകൊണ്ട് സമത്വബോധത്തോടു കൂടി ചെയ്താലാകും. ആ സമത്വബോധം എന്ന് പറയുന്ന യോഗാവസ്ഥ, ഈശ്വരൻ താനും ഒന്ന് എന്ന് പറയുന്ന രീതിയിലേക്ക് എത്തുന്ന ആ കഴിവ് നഷ്ടപ്പെട്ടു പോയവൻ്റെ പേര് ദക്ഷൻ. മകളുടെ ഭർത്താവ് എന്നുള്ള രീതിയല്ല, അല്ലെങ്കിൽ തൻ്റെ ഭാര്യയുടെ അച്ഛൻ എന്നുള്ള രീതിയിലുമല്ല. അവിടെ സർവഭൂതങ്ങളിൽ ഇങ്ങനെ കുടികൊള്ളുന്ന ഈശ്വരനെ കണ്ടാലല്ലേ യോഗാവസ്ഥയുള്ളൂ. അല്ലാതെ ഡംഭിനി യാഗം കഴിക്കുന്ന രീതിയിലേക്ക് പോയാൽ എന്ത് ഗതി കിട്ടാനാണ്? അപ്പോൾ ഇത്തരത്തിലുള്ള യാഗം നടത്തിയതിൻ്റെ ഭരണഫലമായിട്ട് മകളെന്താ കാണിച്ചു കൊടുത്തത്? അതും ചിന്തിക്കാം. അടുത്തത്, മകൾ എന്ന് പറയുന്നത് ദാക്ഷായനി വെറും ഇവർക്ക് ജനിച്ച ഒരു നാരി എന്നുള്ളൊരു സ്ത്രീ അല്ലെങ്കിൽ ഒരു മനുഷ്യ സ്ത്രീ എന്നുള്ള മട്ടിൽ കാണരുത്. കാരണം എന്താ? ദക്ഷപ്രജാപതി തന്നെ തപസ്സനുഷ്ഠിച്ച് നേടിയതാണ്, വാങ്ങിയെടുത്തതാണ്. ശംഖിൻ്റെ രൂപത്തിൽ കണ്ടു എന്നോ ഇതര രൂപത്തിൽ കണ്ടു എന്നോ പ്രസവിച്ചു എന്നോ പറഞ്ഞാൽ പോലും അതെല്ലാം തന്നെ ആലങ്കാരിക ഭാഷ. പ്രപഞ്ചജനനി അല്ലെങ്കിൽ ഈ പറയുന്ന ഈ കോടാനുകോടി ബ്രഹ്മാണ്ടങ്ങളുടെ എല്ലാം തന്നെ ജനനി, അനേക കോടി ബ്രഹ്മാണ്ട ജനനി എന്ന് ലളിത പറയുന്ന പോലെയുള്ള അമ്മ. വെറും സ്ഥൂലമായിട്ടുള്ളൊരു ശരീരത്തെ സ്വീകരിച്ചുകൊണ്ട് ഒരു രൂപം ഇങ്ങനെ പ്രാപിച്ചിട്ട് മകളായിട്ട് ജനിക്കുക എന്ന് പറഞ്ഞാൽ, അങ്ങനെ മകളായിട്ട് ജനിച്ച അവളിൽ അത് അറിയുന്നവനാണ് ദക്ഷൻ. അത് അറിഞ്ഞുകൊണ്ട് സേവിക്കേണ്ടതിന് പകരം
താൻ എങ്ങനെയാണ് ഈ സമ്പാദിച്ചത്? ഈ പറയുന്ന രുദ്രൻ്റെ പത്നിയായിട്ട് ഭഗവതിയെ തന്നെ താൻ എങ്ങനെ ഇങ്ങനെ ആവാഹിച്ചു കൊണ്ടുപോകുന്നു? താന്ത്രിക വിഷയങ്ങളിലാണല്ലോ ആവാഹനം. ആവാഹിക്കണമെങ്കിൽ പ്രാണപ്രതിഷ്ഠ നടത്തി പ്രതിഷ്ഠിക്കണമെങ്കിൽ അറിയണ്ടേ? അങ്ങനെ അറിഞ്ഞുകൊണ്ട് വേണ്ടേ തന്ത്രമന്ത്രാദികളെല്ലാം തന്നെ കൈകാര്യം ചെയ്യാൻ? ഇദ്ദേഹം ഒരു താന്ത്രികനോ മാന്ത്രികനോ അല്ലെങ്കിൽ അത്തരത്തിൽ സിദ്ധനോ യോഗ്യനോ ആണെന്ന് വയ്ക്കൂ ഈ പറയുന്ന ദക്ഷപ്രജാപതി. അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് ഈ പറയുന്നത് ദാക്ഷായണിയെ കൊണ്ടുവന്നതെന്നുള്ള ചിന്ത അയാളിൽ വേണ്ടേ? മായ കൊണ്ട് മറഞ്ഞുപോയി എന്നെല്ലാം തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാം. പക്ഷെ മായ ബാധിക്കാത്ത രീതിയിലേക്ക് ശക്തനാണ് ഈ പറയുന്ന ദക്ഷപ്രജാപതി. നിസ്സാരക്കാരനല്ല. ഈ പ്രപഞ്ചത്തിലെ സർവ്വജീവജാലങ്ങളുടെയും പ്രജാപതിയായിട്ട് വർത്തിക്കുന്ന അദ്ദേഹം നിസ്സാരക്കാരനാണോ? ആണെങ്കിൽ എങ്ങനെ ഈ ദാക്ഷായണിയെ കൊണ്ടുവരാൻ സാധിച്ചു? അപ്പോൾ എല്ലാ തരത്തിലും പരാശക്തിയായിരിക്കുന്ന ഈശ്വര്യത്തിൻ്റെ മകളാക്കി തീർക്കാനുള്ള കഴിവുള്ള ശക്തനും യോഗ്യനുമായിരിക്കുന്ന ദക്ഷപ്രജാപതി തൻ്റെ മകളെ ഈ പരമാത്മാവായിരിക്കുന്ന ഈശ്വരനായിരിക്കുന്ന കൈലാസനാഥന് കൊടുത്തപ്പോൾ അവിടെയും ആ ഈശ്വരനും ഈശ്വരിയും തമ്മിൽ സംയോജിക്കുന്നൊരവസ്ഥ വന്നില്ലേ? ഒന്നുകൂടി കടക്കൂ ഭാഗവത്തിലേക്ക്. എന്തെന്നാ ഭാഗവത്തിൻ്റെ പ്രയോജനം? കൈവല്യൈക പ്രയോജനം. എന്താണ് ഉദ്ദേശമെന്ന് ചോദിച്ചാൽ ജീവബ്രഹ്മൈക്യം. അപ്പോൾ ജീവബ്രഹ്മൈക്യമല്ലാതെ മറ്റ് യാതൊന്നും ഭാഗവത്തിൻ്റെ ലക്ഷ്യമല്ല. ഇവിടെയും പ്രകൃതി പുരുഷന്മാരെ യോജിപ്പിക്കലല്ലാതെ മറ്റ് യാതൊരു രീതിയും നമ്മൾ കാണുന്നില്ല. ഈശ്വരൻ എന്ന് പറയുന്ന ആ സംഗതിയെ സ്ഥിതിവിശേഷത്തിൽ നമ്മൾ കാണുന്ന പ്രകൃതി പുരുഷന്മാരെ രണ്ടായിട്ട് നിൽക്കുന്നൊരവസ്ഥയെ യോജിപ്പിക്കലല്ലേ? മകളായി ആവാഹിച്ചു കൊണ്ടുവന്ന ഈ പറയുന്ന ജനയിത്രി അല്ലെങ്കിൽ ഈ പറയുന്ന ജഗന്മാതാവ്, ആ ജഗന്മാതാവിനെ ഭാര്യയായിട്ട് ജഗൽപിതാവിന് കൊടുക്കുന്ന രീതി വരുമ്പോൾ അവിടെ പ്രകൃതി പുരുഷന്മാരെ സംയോജിപ്പിച്ച സിദ്ധനും യോഗ്യനുമായിരിക്കുന്ന ദക്ഷപ്രജാപതിയല്ലേ? സാധാരണക്കാർക്ക് സാധിക്കുമോ? ഒറ്റയ്ക്കിരിക്കുന്ന ഈ പുരുഷനെ, ഒറ്റയ്ക്കിരിക്കുന്ന ഈശ്വരൻ്റെ ഒരു ഭാഗമായിരിക്കുന്ന പുരുഷനെ അങ്ങനെ ഒറ്റയ്ക്കിരിക്കാൻ പാടില്ല എന്ന് നിഷ്കർഷിച്ച് നിയന്ത്രിച്ചുകൊണ്ട്, അല്ലെങ്കിൽ അത്തരത്തിൽ ശക്തമായിട്ടുള്ളൊരു ഭാവത്തിൽ പ്രകൃതിയെയും കൂടി ആവാഹിച്ചു കൊണ്ടുവന്ന് ഇടദോഷത്തിരുത്തി തമ്മിൽ സംയോജിപ്പിച്ചവൻ നിസ്സാരക്കാരനാണ്. ഉമാമഹേശ്വര ഭാവത്തിലേക്ക് ഒരു ഈശ്വരഭാവത്തെയെല്ലാം തന്നെ സംയോജിപ്പിച്ച ആ രീതിയിലേക്ക് കൊണ്ടുവന്ന് ഈ സാധകരായിരിക്കുന്ന ദക്ഷപ്രജാപതി നിസ്സാരക്കാരനാണോ? അദ്ദേഹം യോഗവിദ്യയിൽ അപാരമായിരിക്കുന്ന കഴിവുള്ളവനല്ലേ? അതുകൊണ്ടല്ലേ ഇത് സാധിച്ചത്. അപ്പോൾ സാധിക്കേണ്ടതുള്ള കാര്യങ്ങളിൽ നിന്ന് സാധിച്ച ഒരു സാധകനായിരിക്കുന്ന ഇദ്ദേഹം, സാധുവായിരിക്കുന്ന യോഗ്യനായിരിക്കുന്ന ഇദ്ദേഹം ചെയ്യാൻ പാടുള്ളതാണോ ഈ പറയുന്ന രീതിയിൽ ശിവനെ അവഗണിക്കുക, ഈശ്വരനെ അവഗണിക്കുക, മാത്രമല്ല ശിവയെ അവഗണിക്കുക? ധർമ്മത്തിൽ നിന്ന് വ്യതിചലിച്ചു. അപ്പോൾ ഏതൊരു ധർമ്മമാണോ പരമമായിരിക്കുന്ന ഭക്തി, ചിത്തത്തിൽ അഹൈതികം അല്ലെങ്കിൽ ഹേതുക്കളില്ലാത്ത ഭക്തിയുടെ സാന്നിധ്യം കൊണ്ട് ഏതൊരു സന്തോഷമാണോ ഈശ്വരനുണ്ടാക്കി കൊടുക്കേണ്ടത്? ഹരി എന്ന് പറഞ്ഞാൽ വെറുതെ വിഷ്ണു കൃഷ്ണൻ എന്ന് പറഞ്ഞ് പടം വേറെ വരച്ച് വെച്ചുകൊണ്ട് ചിന്തിക്കരുത്. ഈശ്വരൻ. അപ്പോൾ ഈശ്വരൻ എന്ന് പറയുന്ന ശിവപെരുമാളിന് സന്തോഷമുണ്ടാകുന്ന രീതിയിൽ ഉള്ള ഭക്തിയല്ലേ ധർമ്മമാകൂ? അതാണ് ഭാഗവതത്തിൻ്റെ ധർമ്മം. അപ്പോൾ അത്തരത്തിലുള്ള ധർമ്മമായിരിക്കുന്ന ഭക്തി തൻ്റെ ഉള്ളിൽ നിന്ന് പോയിട്ട് ഈശ്വരനെ മാറ്റി നിർത്തിയിട്ട് ഒരു സംഗതി ഉണ്ടായാൽ ചിത്തദോഷജം, ചിത്തത്തിന് സന്തോഷമുണ്ടാകുന്നതിന് പകരം ഇവിടെ എന്തുണ്ടായി? ചിത്തത്തിൽ ആനന്ദം ഉടലെടുക്കുന്നതിന് പകരമായിട്ട് ദുഃഖം. എന്താ ദുഃഖം? മകൾ വന്ന് മുമ്പിലിരിക്കുക, എന്നിട്ട് മകൾ ആത്മഹത്യ ചെയ്യുക, അല്ലെങ്കിൽ അത്തരത്തിൽ ശരീരത്തെ ത്യജിക്കുക, എല്ലാ തരത്തിലും അവിടെ അലങ്കോലപ്പെടുക. ഈ പറയുന്ന യജ്ഞവും യാഗവും എല്ലാം തന്നെ ഒന്ന് ആലോചിച്ച് നോക്കൂ. പ്രാപഞ്ചിക ദൃഷ്ടിയിൽ പലതും പറഞ്ഞുകൊണ്ട് ഇതിന് ആരോപണങ്ങൾ ഉന്നയിക്കുക. എന്തുകൊണ്ട് ഇങ്ങനെ ഉണ്ടായി? മകളുടെ ഭർത്താവിനെ വിളിച്ചില്ല എന്ന് വെറുതെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഈശ്വരനെ വിളിച്ചില്ല എന്ന് പറഞ്ഞുകൊണ്ട് സാധാരണ അർത്ഥം കൊടുത്താലും പോരാ. അവിടെ വാസ്തവത്തിൽ യോഗ്യനായിരിക്കുന്ന ഒരു സാധകൻ ഒരു യോഗാവസ്ഥയെ പ്രാപിക്കാൻ ആഗ്രഹിച്ചുകൊണ്ട്, അല്ലെങ്കിൽ പ്രാപിച്ചവൻ തന്നെയാണ്, അയാൾ വാസ്തവത്തിൽ യാഗം നടത്തുമ്പോൾ ആ യാഗം കൊണ്ടുണ്ടാകേണ്ടതായിട്ടുള്ള സന്തോഷമില്ലാതെയാക്കിയത് ആരുടെ പ്രവൃത്തിയാ? സ്വയംകൃത അനർത്ഥം എന്ന് പറയാം. ഈ സ്വയംകൃത അനർത്ഥം എന്ന് പറയുന്ന രീതിയിലേക്ക് ദക്ഷൻ തന്നെ സമ്പാദിച്ചു വച്ച ദക്ഷയാഗ വിഘ്നം, അത് സംഭവിച്ച വിധ്വംസനം, ഇതെല്ലാം തന്നെ ചിന്തിച്ചു നോക്കുമ്പോൾ ഒരു മൂഢൻ്റെ പോലെ, വിവരമില്ലാത്തവൻ്റെ പോലെ, ഈശ്വരനെ ഈശ്വരിയെ യോജിപ്പിച്ച പരമാത്മാവിനെ വാസ്തവത്തിൽ ഈശ്വരൻ്റെ തത്വമെല്ലാം തന്നെ ഗ്രഹിച്ച എല്ലാ തരത്തിലും ബുദ്ധിമാനും ശക്തനും യോഗ്യനുമായ ഒരു വ്യക്തിയുടെ അധപ്പതനമാണ് ഇവിടെ കാണുന്നത്. പാടില്ല എന്ന് കാണിക്കാനാണ് ഈ പ്രകരണം. അപ്പോൾ നമ്മുടെ ധർമ്മം എന്താ? ദക്ഷയാഗം കഥയിലൂടെ നമ്മൾ പഠിക്കുന്നത് ഈശ്വരനെയും ഈശ്വരിയെയും യോജിപ്പിക്കുക. ഈശ്വരനും ഈശ്വരിയും രണ്ടായിട്ട് നിൽക്കാൻ പാടില്ല എന്നുള്ള തത്വത്തിൽ ഉറപ്പിക്കുക. ഈശ്വരനും ഈശ്വരിയും രണ്ടായിട്ട് നിന്നാൽ അതുകൊണ്ടുണ്ടാകുന്ന ദ്വൈതാവസ്ഥ വാസ്തവത്തിൽ ജ്ഞാനമല്ല, അദ്വയമായിരിക്കുന്ന ജ്ഞാനമാണ് ജ്ഞാനമെന്ന് പ്രതിപാദിക്കുന്ന ഭാഗവതത്തിൽ
പാർവതീ പരമേശ്വരന്മാർ രണ്ടായിട്ടിരിക്കാൻ പാടില്ല. ദക്ഷപ്രജാപതിയുടെ മകളായിട്ടാണ് ഭഗവതി ജനിച്ചതെങ്കിൽ ആ ഭഗവതിയെ കൂട്ടിയിണക്കിക്കൊണ്ട വിവാഹത്തിലൂടെ അദ്ദേഹം സാധിച്ചത് എന്താ? പരമമായിരിക്കുന്ന ജ്ഞാനം, പരമമായിരിക്കുന്ന ഭക്തി, പരമമായിരിക്കുന്ന ആ തത്വത്തിലേക്ക് എത്തി. ആലോചിച്ച് നോക്കൂ, കടുത്ത രീതിയിലാണ് ഭാഗവതം കടന്നു പോകുന്നത്. അപ്പോൾ ദക്ഷയാഗ പ്രകരണത്തിലൂടെ കടന്നു പോകുമ്പോൾ ഏതൊരു ഭഗവതിയെയാണോ സൃഷ്ടിക്കാനോ ജനിപ്പിക്കാനോ തക്ക ശേഷിയുള്ള ദക്ഷപ്രജാപതി ഒറ്റയ്ക്കിരിക്കുന്ന ഭഗവാനുമായിട്ട് യോജിപ്പിക്കുന്നതിൽ യോഗാവസ്ഥയെ പ്രാപിച്ച ദക്ഷപ്രജാപതി, ആനന്ദമെല്ലാം തന്നെ ഉടലെടുക്കുന്ന ഭക്തിയുടെ അങ്ങേയറ്റത്ത് നിർവിശേഷമായിരിക്കുന്ന അവസ്ഥയെ പ്രാപിച്ച ദക്ഷപ്രജാപതി, അദ്ദേഹമാണ് ഈ വൃത്തികെട്ട വിഡ്ഢിത്തമെല്ലാം തന്നെ പ്രകടിപ്പിക്കുന്നതിൻ്റെ അനന്തരഫലം അനുഭവിക്കുന്നതും. യാഗശാലയിൽ നിന്ന് ഓടിക്കുകയാണ് മകളെ. ആരെ? പരാശക്തിയെ. യാഗശാലയിലേക്ക് വിളിച്ചില്ല ഈ പറയുന്ന പരമാത്മാവിനെ. പരമാത്മാവിനെ വിളിക്കാതെ എന്ത് യാഗമപ്പ? നമ്മളും വാസ്തവത്തിൽ പരമാത്മ ചൈതന്യത്തെയാണ് ഹൃദയത്തിൽ ഓരോരോ ദേവതകളായിട്ട് കാണുന്നത്. ഇവിടെ പരമാത്മസ്വരൂപനായിരിക്കുന്ന ശിവപെരുമാൾ മകളുടെ ഭർത്താവായിട്ട് വരുന്നു. അഥവാ പരമാത്മാവായിട്ടിരിക്കുന്ന ഭഗവാന് തൻ്റെ മകളെ വേളി കഴിച്ചു കൊടുത്തുകൊണ്ട് ആ തത്വം, ഈശ്വരതത്വമെല്ലാം തന്നെ ഗ്രഹിച്ച പരമ്പൊരുളെ മനസ്സിലാക്കിയ ഒരു വ്യക്തിയാണ് ഇതെല്ലാം കാണിക്കുന്നത്. ഇവിടെ ഈശ്വരിയും വേണ്ട, ഇവിടെ ഈശ്വരനും വേണ്ട. ഇത്രമാത്രം വളരെ ദുഷിച്ച രീതിയിൽ സത്ര നടത്തിയതിൻ്റെ ഫലമായി, യാഗം നടത്തിയതിൻ്റെ ഫലമായിട്ട് എന്ത് സംഭവിച്ചു? എല്ലാം അലങ്കോലപ്പെട്ടു. ഇങ്ങനെയുള്ള ദക്ഷപ്രജാപതിയുടെ മകളായിട്ട് ജനിച്ചു എന്നുള്ള ചീത്തപ്പേര് എനിക്ക് വേണ്ട എന്നും പറഞ്ഞുകൊണ്ടാണ് അമ്മ മുമ്പിലിരുന്നു കൊണ്ട് ശരീരത്തെ കത്തിക്കാൻ തന്നെ ചെയ്യുന്നത്. അടുത്ത രംഗം. പരമജ്ഞാനത്തിൻ്റെ പ്രതീകമായിരിക്കുന്ന പരമ്പൊരുളായിരിക്കുന്ന ശിവപെരുമാൾ തൻ്റെ പത്നിയെ യോജിപ്പിച്ചു എന്ന് ദക്ഷപ്രജാപതിയെ അനുഗ്രഹിക്കുന്നതിന് പകരം ശിക്ഷിച്ചു എന്നൊന്നും പറഞ്ഞുകൊണ്ട് തല നുള്ളിക്കളഞ്ഞു എന്നൊന്നും പറഞ്ഞുകൊണ്ട് അതിനെ നിസ്സാരവൽക്കരിക്കരുത്. അതൊന്നുമല്ല കഥയുടെ പൊരുൾ. ഏതൊരു അമ്മയാണോ വാസ്തവത്തിൽ മുമ്പിൽ ഇരുന്നു കൊണ്ട് തൻ്റെ മകളാണെങ്കിൽ തന്നെ ജഗന്മാതാവാണ്. ആ ജഗന്മാതാവ് ശരീരത്തെ കത്തിച്ച് കളയാണ്. ശക്തമായിരിക്കുന്ന ഒരു പൊരുൾ ഇതിലും അന്തർഭവിച്ചിട്ടുണ്ട്. അല്ലയോ ദക്ഷപ്രജാപതിയെ, നീ നിൻ്റെ ശരീരത്തിൽ അഭിമാനം കൊള്ളുന്നു. ദേഹോഹം എന്ന് പറയുന്ന ബുദ്ധി മനുഷ്യർക്ക് വളരെ മോശമാണ്. നീ ശരീരമാണെന്നുള്ള ചിന്തയിൽ നീ ദക്ഷപ്രജാപതിയാണെന്ന് അഹങ്കരിച്ചും അഭിമാനിച്ചും ചെയ്തു കൂട്ടുന്ന ഈ പ്രവൃത്തികളെല്ലാം തന്നെ വാസ്തവത്തിൽ കഷ്ടമാണ്, കഷ്ടാൽ കഷ്ടതരമോ എന്ന് സ്വയം മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് ശരീരത്തെ കത്തിച്ച് കാണിച്ചു കൊടുക്കുകയാണ്. ശരീരത്തെ കത്തിക്കുക. ഈ ചിന്തയിലേക്ക് ഭാഗവതത്തിലൂടെ കടന്നു പോയെങ്കിൽ മാത്രമേ എന്തെങ്കിലും ഉപകാരം ഭാഗവതത്തിൽ നിന്നുണ്ടാകൂ. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. ശരീരത്തെ ഇങ്ങനെ കത്തിക്കാനുള്ള പ്രവണത എന്ന് പറഞ്ഞാൽ ദഹിച്ചും തപിച്ചും, അല്ലെങ്കിൽ അത്തരത്തിൽ നമ്മൾ ശരീരത്തിൽ നിന്ന് മുക്തമാകുന്ന രീതിയിലേക്ക് എത്തണമെന്ന് അമ്മ തൻ്റെ അച്ഛനായിട്ട് നിൽക്കുന്ന ദക്ഷപ്രജാപതിയെ ബോധ്യപ്പെടുത്തുകയാണ്. ശരീരമെന്ന് പറയുന്ന സംഗതിയെ നമ്മളിങ്ങനെ അങ്ങേയറ്റം മോഹവലയത്തിൽ അകപ്പെടുത്തുന്ന ഈ പറയുന്ന സംസാരത്തെ ഏൽപ്പിക്കുന്ന ശരീരത്തെ കെട്ടിപ്പുണർന്നുകൊണ്ട് മുന്നോട്ട് പോകുന്ന ദക്ഷപ്രജാപതിയോട് അരുതേ എന്ന് കാണിച്ചു കൊടുക്കുന്ന രീതിയിലാണ് കുത്തിയിരിക്കുകയാണ്. അതെങ്ങനെ ശരീരാഭിമാനത്തെ ഇല്ലാതെയാക്കാം, ശരീരത്തെ ഞാനാണെന്നുള്ള ആ ബോധത്തിൽ നിന്ന് എങ്ങനെ മോക്ഷം പ്രാപിക്കാമെന്നുള്ളത് കാണിച്ചു കൊടുക്കുന്ന യോഗമാർഗത്തിലൂടെയാണ്. യാഗത്തിലൂടെ കിട്ടേണ്ടതായിട്ടുള്ള യോഗം അവിടെ പ്രദർശിപ്പിക്കുകയാണ് അമ്മ എന്ന് ചുരുക്കം. യാഗം നടത്തുന്ന ഹോമകുണ്ടങ്ങളും കത്തിയേരിയുന്ന ചാമ്പലാകുന്ന അഗ്നിയുടെ സവിശേഷമായ രംഗങ്ങളും അതിലെല്ലാം തന്നെ ഇട്ട് കത്തിച്ച് കളയുന്ന രീതിയും എല്ലാം ചിന്തിച്ചു നോക്കൂ. അക്കൂട്ടത്തിൽ ശരീരവും കൂടി ദഹിക്കുന്നില്ല എങ്കിൽ അത് ഫലപ്രദമല്ല എന്ന്. ശരീരം എന്ന് പറയുന്ന ഒരു ഉപകരണമാണ്. അതിനെ ഉപയോഗിച്ചുകൊണ്ട് ചെയ്ത് കിട്ടേണ്ടതായുള്ള കാര്യങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ അതിനെ കത്തിക്കണം. അമ്മ കാണിച്ചു കൊടുക്കുകയാണ്. ഈ ശരീരം കൊണ്ട് കിട്ടേണ്ടത് എന്താ? ഈശ്വരോധപ്രാപ്തി കിട്ടിയില്ലേ? നീയാണ് കാരണമെങ്കിൽ തന്നെ സാധകനായിരിക്കുന്ന ഉപാസകനായിരിക്കുന്ന ദക്ഷപ്രജാപതി എന്നെ ഇങ്ങനെ വിളിച്ചുകൊണ്ടുവന്ന് പരമ്പൊരുളായിരിക്കുന്ന ഈശ്വരനുമായിട്ട് യോജിപ്പിച്ച് ഞങ്ങളുടെ വിവാഹം നടത്തി തന്നപ്പോൾ നിനക്ക് സാധനയുടെ സൗഭാഗ്യം ലഭിച്ചു. പക്ഷേ എന്നിട്ടും നിൻ്റെ ശരീരാഭിമാനം ദുഷിച്ച അത്തരത്തിലുള്ള മോഹത്തിൽ നിന്ന് നിനക്ക് രക്ഷപ്പെടാൻ കഴിഞ്ഞില്ല. ശരീരത്തെ നീ കെട്ടിപ്പുണർന്ന് വീണ്ടും ഞങ്ങളെ ഉപേക്ഷിച്ചു. അപ്പോൾ ഈശ്വരനെ ഉപേക്ഷിക്കാനുള്ളൊരു ഉപാധിയല്ല ശരീരം. ശരീരം കൊണ്ട് ഈശ്വരനെയും ഈശ്വരിയെയും യോജിപ്പിച്ചുകൊണ്ട് വീണ്ടും മുന്നോട്ട് പോകാനുള്ള യോഗാവസ്ഥയെ പ്രാപിക്കാനുള്ളതാണ് ശരീരം എന്ന് വന്നില്ലേ? പഞ്ചമസ്കന്ധത്തിൽ വളരെ ഭംഗിയായിട്ട് ഇത് ഒന്നുകൂടി ഋഷഭൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. എഴുത്തച്ഛൻ മലയാളത്തിൽ വളരെ ലളിതമായിട്ട് പാടുന്നുണ്ട്. ഈ മർത്യശരീരം നാനാഭോഗത്തിനുള്ളതല്ല, യോഗത്തിനുള്ളതാണ് എന്ന് കൂടി. എന്ത് യോഗ? അപ്പോൾ ഈ യോഗം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വ്യക്തമായിട്ട് ധരിച്ചുകൊണ്ട് മുന്നോട്ട് പോയാൽ ഇവിടം മുതൽക്ക് ഈ ചതുർത്ഥ സ്കന്ധത്തിലെ ദക്ഷയാഗം മുതൽക്ക് നമുക്ക് നേട്ടങ്ങൾ കൈവരിക്കാനുള്ള ശരീരത്തെ കാണാം. ശരീരമാദ്യം ഖലു കർമ്മ സാധനം. ആയുർവേദം പറഞ്ഞോട്ടെ, ആര് വേണമെങ്കിലും പറഞ്ഞോട്ടെ, അതാണ് തത്വം.
അതാണ് സത്യം. ആ സത്യത്തെ നമ്മൾ സ്ഥാപിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള ശരീരത്തെ ദുർവിനിയോഗം ചെയ്യരുത്. ആ ശരീരത്തെ ദുർവിനിയോഗം ചെയ്ത് യാഗം നടത്തിയതിൻ്റെ ഫലമായിട്ട് എന്തു പറ്റി? തലപോയി എന്ന് പറഞ്ഞാൽ, ഉത്തമാംഗം നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ, ശ്രീമത് വാഗ്ഭവകൂടൈക സ്വരൂപമുഖ പങ്കജ എന്ന് പറയുന്നത് നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ പിന്നെ സാക്ഷാത്കാരം എന്തെന്ന്? സാക്ഷാത്കാര പദവിയിലേക്ക് നമ്മളെ നയിക്കുന്ന ശിരസ് അല്ലെങ്കിൽ തല എന്ന് പറയുന്ന ഉത്തമാംഗം അതിങ്ങനെ വീണുപോകാനോ അത് വെട്ടിക്കളയാനോ അല്ലെങ്കിൽ ഇല്ലാതെയാകാനോ ഉള്ളതല്ല എന്ന് അതവിടെ നിലനിർത്തിക്കൊണ്ട് അങ്ങോട്ടേക്ക് കടന്നു കയറിക്കൊണ്ട് ബുദ്ധിയുടെ വിചക്ഷണമായിരിക്കുന്ന ഒരവസ്ഥയിൽ കിട്ടേണ്ടത് മുഴുവൻ കിട്ടിക്കഴിഞ്ഞ് ആനന്ദത്തിൽ ആറാടാനുള്ളൊരു സങ്കേതമാണത്. അതല്ലേ സഹസ്രാരംബുജാരൂഢാസുത സാരാഭിവർഷിണി എന്നെല്ലാം തന്നെ പാടിയത്. അപ്പോൾ ഇതെല്ലാം തന്നെ വിട്ടുപോകാൻ എന്തേ കാരണം? ഈ സംസാരം എന്ന് പറയുന്ന ആക്രമിക്കുകയാണ്. ഓരോരോ ഗുണങ്ങളെ കൊണ്ട് ആക്രമിക്കപ്പെടുമ്പോൾ നമ്മൾ ശരീരത്തെ കെട്ടിപ്പുണർന്നുകൊണ്ട് സംസാരത്തിൽ വീണ്ടും വീണ്ടും ആ പടുകുഴിയിൽ വീണ് അധപ്പതിക്കുന്ന രംഗമാണ് ദക്ഷയാഗത്തിലൂടെ അവതരിപ്പിക്കുന്നത്. അതില്ലാതെയാകണം എന്ന് വ്യക്തമായിട്ടുള്ളൊരു നിർദ്ദേശം അതിലടങ്ങിയിരിക്കുന്നു എന്ന്. എങ്ങനെയാണ് നമ്മൾ ശരീരത്തെ ദഹിപ്പിക്കുന്നതെന്ന് കൂടി നോക്കൂ. വളരെ ശ്രദ്ധേയമായിരിക്കുന്ന ഭാഗത്ത് അമ്മ കുളിച്ചു കുറിയിട്ട്, അതാണ് കുളിച്ചു കുറിയിട്ട്, വെളുത്ത വസ്ത്രം ധരിച്ചോ മഞ്ഞ വസ്ത്രം ധരിച്ചോ ഏത് വസ്ത്രം വേണമെങ്കിലും ധരിച്ചോട്ടെ, എങ്ങനെയായാലും അവിടെ ഇരുന്നു കൊണ്ട് ശരിക്കും ജിതാസനയായിട്ട് ആസനമെല്ലാം തന്നെ സ്വസ്ഥമാക്കിക്കൊണ്ട് അല്ലെങ്കിൽ സ്വതസിദ്ധമായിരിക്കുന്ന ആസനത്തിൽ സ്ഥിതയായിക്കൊണ്ട് ശരീരാന്തർഗതമായിട്ടുള്ള പ്രാണനെയെല്ലാം തന്നെ ഉദ്ദീപിപ്പിച്ചുകൊണ്ട് ശരീരാന്തർഗതമായിട്ടുള്ള അഗ്നിയെ ജ്വലിപ്പിച്ചുകൊണ്ട് ശരീരത്തെ ദഹിപ്പിച്ചുകൊണ്ട് ആ അമ്മ ശരീരത്തോട് വിട പറയുന്ന രംഗത്തേക്കാണ് ദക്ഷയാഗം കഥ നമ്മളെ നയിക്കുന്നത്. ശരീരത്തോട് വിട പറയുക, ശരീരമില്ലാത്ത ഭാവത്തിലേക്ക് നമ്മൾ എത്തുക. ഒന്നുകൂടി ചിന്തിച്ചു നോക്കൂ. രുദ്രനായാലും ശിവനായാലും കൈലാസനാഥനായിട്ടുള്ള ആദി ഗുരുവായിരിക്കുന്ന ആദി നടനായിരിക്കുന്ന ശിവപെരുമാൾ, അദ്ദേഹത്തെ നമ്മൾ ചിന്തിച്ചുറപ്പിക്കുമ്പോൾ ജ്ഞാനമാണ് അദ്ദേഹത്തിൻ്റെ പ്രതീകം. ജ്ഞാനപ്രതീകമാണ്, ജ്ഞാനപ്രതീപവും കൂടിയാണ്. അഗ്നിസ്വരൂപമായതുകൊണ്ട് ദിഗംബരനായതുകൊണ്ട് നഗ്നനുമാണ്. ചിന്തിച്ചു നോക്കൂ, ശരീരമില്ലാത്തവൻ. അപ്പോൾ ശരീരമില്ലാത്തവൻ നഗ്നൻ, ജ്ഞാനസ്വരൂപൻ എന്നെല്ലാം പറയുന്ന ഈശ്വര സ്വരൂപത്തെ വാസ്തവത്തിൽ ആർജിച്ചിരിക്കണം. ആ അറിവ് നേടിയിരിക്കണം. ജ്ഞാനത്തെ ഒന്നുകൂടി ദൃഢമാക്കുന്നതല്ലേ ഈ കഥ. എന്താണ് ജ്ഞാനം? നേരത്തെ പറഞ്ഞ ഒന്നുകൂടി ഓർത്തു നോക്കേ. എന്താ ജ്ഞാനം? അദ്വൈതജ്ഞാനം. അദ്വൈതജ്ഞാനം എന്ന് പറഞ്ഞാൽ ഞാനും ഈശ്വരനും രണ്ടല്ല എന്നുള്ള ബോധം, നമ്മുടേതായിട്ടുള്ള ജീവൻ തന്നെയാണ് ഈശ്വരൻ എന്നുള്ള വ്യക്തമായിട്ടുള്ള ധാരണ. അതുണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നതിന് പകരം ഈ പറയുന്ന ദക്ഷപ്രജാപതി വളരെ ഇങ്ങനെ മാറി മാറി പോവുക, അകന്നകന്നു പോവുക, ഈശ്വരനെ അകറ്റി കൊണ്ടുപോവുക. ഈശ്വരനും ഈശ്വരി എന്ന് പറയുന്ന എല്ലാം തന്നെ വാസ്തവത്തിൽ അവയെ ഉപേക്ഷിച്ചുകൊണ്ട് തൻ്റെ ഇടം വെച്ച് പുലർത്തുന്ന രീതിയിൽ യാഗം നടത്തുക, ഓരോരോ കർമ്മങ്ങൾ അനുഷ്ഠിക്കുക. ധർമ്മത്തിൽ നിന്ന് വ്യതിചലിച്ചില്ലേ? അപ്പോൾ ധർമ്മം നമ്മളിൽ ഇൻഹറൻ്റായിരിക്കുന്ന ജന്മന സിദ്ധമായിരിക്കുന്ന ആ ശാരീരിക ധർമ്മത്തെയെല്ലാം തന്നെ വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യാൻ സാധിക്കാതെ പോയില്ലേ? ഇതാണ് അപകടം. അപ്പോൾ എല്ലാ തരത്തിലും അപകടകരമായിട്ടുള്ള ഈ അവസ്ഥയ്ക്ക് അറുതി വരുത്താൻ വേണ്ടിയിട്ടാണ് ദക്ഷയാഗം കഥ. ഇനിയും അതിലൂടെ കുറേ ദൂരവും കൂടി നമുക്ക് കടക്കേണ്ടതുണ്ട്. അങ്ങനെ കടന്ന് പോകുമ്പോഴാണ് ഭാഗവതം ദൃഢം ആകുന്നത്. അതാണ് വാസ്തവത്തിൽ ദക്ഷയാഗത്തിൻ്റെ പരിസമാപ്തിയിൽ സാക്ഷാൽ വിഷ്ണു ഭഗവാൻ തന്നെ പറയുന്നുണ്ട് ശിവനെപ്പറ്റി. ശിവനാരാ? അവിടെ ഒരു മൂലക്കിൽ ഇങ്ങനെ ഇരിക്കുന്ന ബ്രഹ്മാവില്ലേ ഈ യാഗവേദിയിൽ? ബ്രഹ്മാവാര? ഇനി ഞാനാരാണ് എന്ന് നിനക്കറിയില്ലേ ദക്ഷ പ്രജാപതി? നിന്റെ അറ്റുപോയ തലയെല്ലാം തന്നെ വീണ്ടും എടുത്തു വച്ച് തന്നില്ലേ? അജശിരസ് എന്നുള്ള രീതിയിലാണ് ഭാഗവതം പറയുന്നതെങ്കിൽ തന്നെ ജന്മരഹിതമായിരിക്കുന്നൊരു ശിരസ്, അജം, ജനിക്കാത്ത ആത്മസ്വരൂപമായിരിക്കുന്നൊരു ശിരസ് നിനക്ക് വച്ചു തന്നില്ലേ? അപ്പോൾ നമുക്ക് അനിവാര്യമായിട്ട് വേണ്ടത് ആത്മസ്വരൂപത്തെ ആർജിക്കാനുള്ളൊരു മനസ്ഥിതി, ഒരു ബോധതലവും ഒരു ഉണർവും അത്തരത്തിലുള്ള ബുദ്ധിതലവുമാണ് ആവശ്യമെന്ന് കാണിക്കുന്ന രീതിയിലേക്ക് വന്നിട്ട് അറ്റുപോയ തലയുടെ സ്ഥാനത്ത് ഏറ്റവും ഭാവത്തെയെല്ലാം തന്നെ ഇങ്ങനെ പ്രതിഷ്ഠിച്ചുകൊണ്ട് വിഷ്ണു ഭഗവാൻ പറഞ്ഞു കൊടുക്കുന്നത് എന്താ? ആ ബ്രഹ്മാവെന്ന് പറയുന്ന സൃഷ്ടികർത്താവ് രജോഗുണപ്രധാനിയും ഞാനെന്ന് പറയുന്ന വിഷ്ണു സാത്വഗുണപ്രധാനിയും ശിവനെന്ന് പറയുന്ന ഈ താമസഗുണപ്രധാനിയും ഒമ്മ എന്ന് ചിന്തിക്കാത്തിടത്തോളം കാലം അപകടമാണ്. ഞങ്ങൾ 3 പേരും ഒമ്മ, ഓങ്കാരമായവർ 3ആയി പിരിഞ്ഞു ഉടനെ ആങ്കാരമായി എന്ന് ഹരിനാമകീർത്തനത്തിൽ പാടുന്ന രീതിയിൽ തന്നെ ഭാഗവതം ഊട്ടി ഉറപ്പിക്കുകയാണ്. അപ്പോൾ ദക്ഷയാഗകഥയിലൂടെ നമ്മൾ ഊട്ടി ഉറപ്പിക്കേണ്ടത് എന്ത് എന്ന് ഒരിക്കൽ കൂടി അനുസ്മരിച്ചുകൊണ്ട് മറ്റു പ്രകരണങ്ങളിലേക്ക് അടുത്ത പ്രഭാഷണത്തിലൂടെ കടന്നുപോയതെല്ലാം തന്നെ വീണ്ടും വീണ്ടും നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവന്ന് അയവിറക്കിക്കൊണ്ട് അതിനെ ഉറപ്പിക്കുന്ന രീതിയിൽ നമുക്ക് മുന്നോട്ട് പോകാൻ ഭഗവാൻ അനുഗ്രഹിക്കട്ടെ, അനുവദിക്കട്ടെ. നമ്മളെല്ലാവരുടെയും ഉള്ളിലുള്ള ഈശ്വര സ്വരൂപം അതിനനുവദിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഇന്നത്തെ പ്രഭാഷണവും നമുക്ക് സമർപ്പിക്കാം. ഓം സഹനാ ഭവതു
സഖനൗ ഭുനക്തു സഖ വീര്യം കരവാവഹൈ തേജസ്വിനാവധീതമസ്തു മാ വിദ്യുഷാവഹൈ. ഓം ശാന്തി ശാന്തി ശാന്തി.